ദിലീപിന്റെ കേസിൽ അങ്ങനെ ഒരു സ്റ്റാൻഡ് ആയിരുന്നില്ല എടുക്കേണ്ടിയിരുന്നത്. എനിക്ക് തോന്നുന്നില്ല മലയാള സിനിമയിൽ ഇനി ഈ മാജിക് ആവർത്തിക്കപ്പെടുമെന്ന് തോന്നുന്നില്ല. ഇവരുടെ രണ്ടുപേരുടെയും മാജിക് ആവർത്തിക്കും. WCC ഇടപെട്ടിട്ടുള്ള ഇഷ്യൂസ് എന്തൊക്കെയാണ്? അഭിപ്രായം പറഞ്ഞിട്ടുള്ള ഇഷ്യൂസ്, മൗനം പാലിച്ചിട്ടുള്ള ഇഷ്യൂസ് എന്തൊക്കെയാണ്? ചിന്തിക്കൂ നിങ്ങൾ. ആറാട്ടിന്റെ ഒരു പരാജയത്തിന് എന്ത് കാരണം എന്നാണ് താങ്കൾ ചിന്തിച്ചത്? സിനിമ എന്ന നിലക്ക് താങ്കൾക്ക് പറയാൻ പറ്റില്ലെങ്കിൽ, ഞാൻ സിനിമ എന്ന നിലക്ക് മഹത്തായ സിനിമയൊന്നുമല്ല. ഇത്തരത്തിലുള്ള വിമർശനങ്ങളോടാണ് എനിക്ക് വിമർശനം. പക്ഷെ മുഖ്യമന്ത്രിയായതിനു ശേഷം അദ്ദേഹമായിട്ട് എനിക്ക് അടുത്ത ബന്ധം ഇല്ല. ഞങ്ങൾ തമ്മിൽ ആ രീതിയിൽ ഉള്ള അടുപ്പങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ടുകൂടി ആയിരിക്കും മോഹൻലാലിന്റെ നായകനായിട്ട് കിട്ടിയത്. അതുപോലെ അദ്ദേഹത്തിനെ സൂപ്പർ താര പദവിയിലേക്ക് കൊണ്ടുവന്ന രാജാവിന്റെ മകൻ ചെയ്യുമ്പോൾ 26 വയസ്സാണ്. നിങ്ങൾ വേറൊരാളെ സ്പർശിക്കുമ്പോൾ ഒരു ശരീരത്തെ അല്ല നിങ്ങൾ സ്പർശിക്കുന്നത്, നിങ്ങൾ സ്പർശിക്കുന്നതിലൂടെ നിങ്ങളൊരു ശരീരത്തെ ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. ആദ്യത്തെ പിണറായി വിജയൻ സർക്കാർ വന്ന കാലം മുതൽ ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ കേരളത്തിൽ നവമാർക്സിസ്റ്റുകളുടെ കാലമാണ്. വലിയ തോതിലുള്ള പരിഹാസം അടക്കം താങ്കൾക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട്. വലിയ വിഷമം ഉണ്ടാക്കും. അതിനെങ്ങനെയാണ് കാണാൻ? ഇത് മോഹൻലാലിനും മമ്മൂട്ടിക്കും മാത്രം പറ്റുന്ന ഒരു സംഗതിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. എൻ്റെ ഒരു തിയറി, കോവിഡ് കാലത്ത് നമ്മൾ പ്രത്യേക ആനന്ദം അനുഭവിച്ചിരുന്നു എന്നാണ്. MN വിജയൻ മാഷിന്റെ മരണം കഴിഞ്ഞിട്ട് അദ്ദേഹം കൊള്ളാവുന്ന ഒരു അധ്യാപകനായിരുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു. പിണറായി വിജയൻ പറഞ്ഞപ്പോൾ അതിനെതിരെ ഞാൻ ചിതയിലെ വെളിച്ചം എന്ന് പറഞ്ഞൊരു ലേഖനം കലാമന്ത്രി എഴുതിയിട്ടുണ്ട്. അപ്പോൾ വിയോജിപ്പുകൾ ഇല്ലാത്തതുകൊണ്ടല്ല, പക്ഷെ അലൈൻ ചെയ്യേണ്ടടുത്ത് അലൈൻ ചെയ്യുക എന്നതാണ്. ഈ ആറാട്ടൊക്കെ വലിയ തോതിൽ തകരുമ്പോൾ മോഹൻലാലിന് എന്താ താങ്കളോട് തോന്നിയിട്ടുണ്ട്? കമലഹാസൻ, രജനീകാന്ത് എന്ന് പറയുന്ന പോലെ വിജയ്, അജിത്ത് നമുക്ക് പറയാൻ ബുദ്ധിമുട്ടുണ്ട്. സനീഷിനെ പോലെ ഒരാൾക്ക് അങ്ങനെ തോന്നി എന്ന് പറയുമ്പോൾ സനീഷ് വെറുതെ തോന്നില്ലല്ലോ. ക്രിട്ടിക്കൽ ഇൻസൈറ്റ് ആണെന്ന് പറഞ്ഞാൽ അത് ഞാൻ പർച്ചേസ് ചെയ്യില്ല എന്നുള്ളത്. എന്നെപ്പോലെ ഒരു പ്രേക്ഷകന്, മോഹൻലാൽ ആരാധകന്, ഈ പരാജയപ്പെടുന്ന സാധാരണക്കാരായ മനുഷ്യൻ എന്ന ക്യാരക്ടറിനോടാണ്, അദ്ദേഹത്തിൻ്റെ ആ ഭാഗത്തോടാണ് ഇഷ്ടം. പക്ഷേ ഇപ്പുറത്താണ് വലിയ ഹ്യൂജ് ഹിറ്റുകൾ അദ്ദേഹം ഉണ്ടാക്കുകയും ഹ്യൂജ് പരാജയങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തിട്ടുള്ളത്. താങ്കൾ പക്ഷേ അതിനകത്ത് ഈ രണ്ടാമത് പറഞ്ഞിരിക്കുന്ന ഈ മാസ് ഹീറോ എന്നതിനെയാണെന്ന് തോന്നുന്നു താങ്കൾ എടുത്ത് പറയാൻ പറ്റില്ല. കാര്യം എൻ്റെ ഗ്രാൻഡ് മാസ്റ്ററിലെ ഒരു ഡയലോഗ് തന്നെ അദ്ദേഹത്തോട് എന്നു മുതലാണ് ഈ വിശ്വാസങ്ങളെന്ന് ഭാര്യ ചോദിക്കുമ്പോൾ തോറ്റു തുടങ്ങിയപ്പോൾ മുതൽ നിന്നാണ്. അതിനകത്ത് അദ്ദേഹം വളരെ ലേറ്റ് ബാക്ക് ആയിട്ടുള്ള ലൈഫിൽ ഒരുപാട് സെറ്റ് ബാക്കുകൾ വരുന്ന, വളരെ ഇനേർഷ്യൽ നിൽക്കുന്ന ഒരു പോലീസ് ഓഫീസർ പതുക്കെ ആക്ടിവേറ്റഡ് ആകുന്ന പോലെയാണ്. അത് വളരെ ഗ്രൗണ്ടഡ് ആയിട്ടുള്ള ഒരു സിനിമയായിരുന്നു. പിന്നെ ഇപ്പം മാടമ്പി എന്ന് പറയുന്നതും ഭയങ്കര ലാർജർ ദാൻ ലൈഫ് ഒരു ക്യാരക്ടറാണെന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. അയാൾ ആണെന്നൊന്നും വിശ്വസിക്കുന്നില്ല. പിന്നെ മോഹൻലാൽ എന്ന് പറയുന്നത് നമ്മുടെ ആള്, ഇപ്പം നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന്, നമ്മുടെ എക്കാലത്തെയും ഏറ്റവും മികച്ച നടനും ഏറ്റവും മികച്ച സ്റ്റാറുമായിട്ടുള്ള ഒരാളാണ് മോഹൻലാൽ. അത് മമ്മൂക്കയും അങ്ങനെ തന്നെ. ഇവർക്ക് രണ്ടുപേർക്കും ഇതിനുള്ള അസാധാരണമായിട്ടുള്ള ശേഷിയുണ്ട്. അവർക്ക് ഒരു സ്റ്റാർഡം ഉപജീവിക്കുന്ന ഒരു സിനിമയിൽ അവരുടെ സോണിൽ നിന്ന് അവർ ഗംഭീരമായിട്ട് അത് കാര്യം അവരെ പോലെ അത് ക്യാരി ചെയ്യാൻ, ആ ഒരു ഓറ എക്സ്യൂഡ് ചെയ്യാൻ പറ്റുന്ന സ്റ്റാർസ് മലയാള സിനിമയിൽ ഇല്ല. അതുകൊണ്ട് അത്തരം സിനിമകൾ ഇഫ് എവറിത്തിങ് ഗോസ് റൈറ്റ് അത് വലിയ ഹിറ്റായി മാറും. എവറിത്തിങ് ഗോസ് റൈറ്റ് എന്നുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഗതിയാണ്. ചിലപ്പോൾ അത് ബാക്ക് ഫയർ ചെയ്യും. ആ ഫോർമുല അത് അവരുടെ പ്രശ്നമൊന്നുമല്ല, അവരെ പ്ലേസ് ചെയ്യുന്നതിൻ്റെ പ്രശ്നമാണ്. ഇപ്പോൾ മോഹൻലാൽ അത്തരം സിനിമകളിൽ അഭിനയിച്ച് സെറ്റ് ബാക്ക് വന്നു എന്ന് പറയുമ്പോഴാണ് പൃഥ്വിരാജ് വന്നിട്ട് അതേ മോളിൽ കുറച്ചും കൂടി സട്ടിലായിട്ടൊരു പടം ചെയ്ത് ലൂസിഫർ വലിയ രീതിയിലുള്ള ഹിറ്റ് ഉണ്ടാക്കുന്നത്. അപ്പോൾ മമ്മൂക്കിക്ക് ഇനിയും ആ മാജിക്ക് ആവർത്തിക്കാൻ പറ്റും. ഇതേപോലെ തന്നെ അവർ ഏറ്റവും ഗിഫ്റ്റഡ് ആയിട്ടുള്ള നടന്മാരുമാണ്. അതുകൊണ്ട് അവർക്ക് പരാജിതരായോ അല്ലെങ്കിൽ വിജയത്തിന് വേണ്ടി ഉഴലുന്ന ആൾക്കാരായിട്ടോ അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള കഥാപാത്രത്തിലേക്കും അവർക്ക് മാറാനായിട്ട് വലിയ സമയമൊന്നും വേണ്ട. അവരെ സംബന്ധിച്ചിടത്തോളം വലിയ കാര്യം. ഇപ്പം അവരെ നമ്മളൊന്ന് ചലഞ്ച് ചെയ്യുക എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം അവരുടെ ഇപ്പം മോഹൻലാലിനെയൊക്കെ സംബന്ധിച്ചോളം ഹിസ് ലേറ്റ് 20s early 30s ആയപ്പോഴത്തേക്കും അദ്ദേഹത്തിൻ്റെ ഏറ്റവും മികച്ച കഥാപാത്രങ്ങളെ അദ്ദേഹം പാദമുദ്ര മറ്റോ 28 വയസ്സിലാണ് ചെയ്തു കഴിഞ്ഞു. അത്ഭുതം. ഇപ്പം സതയം ചെയ്യുമ്പോൾ എത്ര വയസ്സാണ് അദ്ദേഹത്തിന്? സതയം എന്ന് പറയുന്ന സിനിമ ചെയ്യുമ്പോൾ. അതുപോലെ അദ്ദേഹത്തിനെ സൂപ്പർ താര പദവിയിലേക്ക് കൊണ്ടുവന്ന രാജാവിന്റെ മകൻ ചെയ്യുമ്പോൾ 26 വയസ്സാണ്. 26 വയസ്സ് 1986 അല്ലേ അത്? 26 വയസ്സാണ് അദ്ദേഹത്തിന്. അപ്പോൾ അത് അത്ഭുതകരമായിട്ടുള്ള സംഗതിയാണ്. അപ്പോൾ അതിനിയും എനിക്ക് തോന്നുന്നില്ല മലയാള സിനിമയിൽ ഇനി ഈ മാജിക് ആവർത്തിക്കപ്പെടുമെന്ന് തോന്നുന്നില്ല. ഇവരുടെ രണ്ടുപേരുടെയും മാജിക് ആവർത്തിക്കപ്പെടും. അപ്പോൾ ഇത് പിന്നെ അഭിരുചിയുടെയും കൂടി പ്രശ്നമാണ്. അപ്പം നേരെ എന്ന് പറയുന്ന സിനിമ ഇത്രയധികം വലിയ വിജയമാകാനുള്ള ഒരു പ്രധാന കാരണം താങ്കൾ ചൂണ്ടിക്കാണിച്ച പോലെ ഡിഫീറ്റഡ് ആണ്. ഒരു അണ്ടർഡോഗ് എപ്പോഴും വിജയത്തിലേക്ക് വരിക എന്നുള്ളത് സിനിമയിൽ എപ്പോഴും
ഗംഭീരമായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു സംഗതിയാണ്. അല്ല, അതും എനിക്ക് ഇങ്ങനെ ആലോചിച്ചിട്ടുണ്ട്. അതായത് നേര് കണ്ടപ്പോൾ നേരിനകത്ത് ഈ ഒരു എലമെന്റിനെ എടുത്തിട്ട് സിനിമ എന്ന നിലക്ക് ഇപ്പം താങ്കൾക്ക് പറയാൻ പറ്റില്ലെങ്കിൽ, ഞാൻ സിനിമ എന്ന നിലക്ക് മഹത്തായ സിനിമയൊന്നുമല്ല, പക്ഷേ അതിനകത്ത് ഈ പറയുന്ന പോലെ ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു ഇമേജ് ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷേ ഇടക്കാലത്ത് ഇദ്ദേഹം ഇങ്ങനെ സ്വയവും സംവിധായകരും ഇത് മാത്രമാണ് സക്സസ് ആവുക എന്നൊരു തങ്ങതിയിലേക്ക് പോയോന്ന് എനിക്ക് സംശയമുണ്ട്. ഇല്ല, അങ്ങനെ എന്താ പറയുക, ഒരു ആക്ടറെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിലേക്ക് വരുന്ന കാര്യങ്ങളിൽ അവരെ ഒരുപാട് കാര്യങ്ങൾ സ്വാധീനിക്കും. അവർ മുമ്പ് ചെയ്യുന്ന ചെയ്യുന്ന സിനിമകൾ സ്വാധീനിക്കും, അവരുടെ മുൻ വിജയങ്ങൾ സ്വാധീനിക്കും, അവരുടെ മുമ്പിൽ നമ്മളിത് അവതരിപ്പിക്കുന്ന രീതി സ്വാധീനിക്കും. ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ സ്വാധീനിക്കും. പിന്നെ പറയുന്ന ആളോടുള്ള ഒരു ട്രസ്റ്റ് അതിനകത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. ഇതെല്ലാം അവർ സ്വാധീനിക്കും. അതുകൊണ്ട് തിരഞ്ഞെടുക്കുന്ന കാര്യങ്ങൾ ചിലപ്പോൾ ശരിയാകാം, ചിലപ്പോൾ അത് കയ്യിൽ നിന്ന് പോകാം. പക്ഷേ ഇത് മോഹൻലാലിനും മമ്മൂട്ടിക്കും മാത്രം പറ്റുന്ന ഒരു സംഗതിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഏത് ഭാഷയിൽ നിങ്ങൾ എടുക്കൂ, ഇത് തന്നെയല്ലേ താരങ്ങളുടെ അവസ്ഥ, ഇത് തന്നെയല്ലേ നടീനടന്മാരുടെ അവസ്ഥ. പിന്നെ ഒരു തിരുത്തുകൂടി ഞാൻ പറയാം. ഇപ്പം നിങ്ങൾ പറഞ്ഞു നേരെ മഹത്തായ ഒരു സിനിമയല്ല എന്ന് പറയാം, പക്ഷെ എനിക്കതിനകത്തൊരു തിരുത്തുണ്ട്. എന്താണെന്നറിയോ, ഞാൻ പറഞ്ഞ ഇത്തരത്തിലുള്ള വിമർശനങ്ങളോടാണ് എനിക്ക് വിമർശനം. എളുപ്പമല്ല അങ്ങനെ ഒരു സംശയവും വേണ്ട. ഈ ജിത്തു ജോസഫ് എന്ന് പറയുന്ന ആള്, എൻ്റെ സഹപ്രവർത്തകൻ, അയാളെ ഞാൻ റേറ്റ് ചെയ്യുന്ന ഭയങ്കര ഇന്റലിജന്റ് ആയിട്ടുള്ള ഫിലിം മേക്കറും സ്ക്രീൻ പ്ലേ റൈറ്ററുമാണ് അയാൾ. കാരണം എവിടെ ആളുകൾക്ക് ഹൈ കൊടുക്കാം, ഏത് പോയിന്റിൽ അതിനെ ഹുക്ക് ചെയ്യാം എന്നുള്ള ഒരു നാരേറ്റീവിൽ അയാളെപ്പോലെ ഫിക്സ് ചെയ്യാൻ കഴിവുള്ള ഒരു മലയാള സിനിമയിൽ നിന്ന് വളരെ സംശയമില്ല. അത് ഭയങ്കര മിടുക്കാണ്, ഒരു ക്രാഫ്റ്റാണ്. അതിൻ്റെ നിങ്ങൾക്ക് അതിനെ ഇത്രയേ ഉള്ളൂ എന്നൊക്കെ തോന്നാം. പക്ഷെ അങ്ങനെ തോന്നുമ്പോൾ പോലും നമ്മൾ അതിൻ്റെ മിടുക്കിനെ നമ്മൾ കുറച്ച് കാണരുത്. മാസ് പടം എടുക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഈ സിനിമ കണ്ട് വന്ന് കൊള്ളില്ലെന്ന് ഒറ്റ വാക്ക് പറയുന്ന ഒരു സാധാരണ പ്രേക്ഷകനായിട്ട് പറഞ്ഞിട്ട് മതി. പക്ഷേ അദ്ദേഹമാണ് യഥാർത്ഥത്തിൽ ജിത്തു ജോസഫാണ് അദ്ദേഹത്തിൻ്റെ മോഹൻലാലിനെ വെച്ചിട്ട് ഒരു ഘട്ടത്തിന് ശേഷം തുടർച്ചയായി സക്സസ് ഉണ്ടാക്കിയ ആൾ. ഈ മോഹൻലാൽ പേഴ്സണലായുള്ള കാര്യങ്ങൾ താങ്കൾ പറയില്ല എന്ന് എനിക്കറിയാം, അതിനോടൊരു അവേർഷൻ ഉണ്ടെന്ന് എനിക്കറിയാം. എന്നാലും മോഹൻലാൽ താങ്കളുടെ ബന്ധു കൂടെയാണ്. എനിക്ക് തോന്നുന്നു ചെറുപ്പത്തിലെ കണ്ടിട്ടുണ്ട്. ഒരു വളരെ കുട്ടിക്കാലം മുതലേ എനിക്ക് അറിയാവുന്ന ആളാണ്, വളരെ അടുത്തറിയാവുന്ന ആളാണ്. സിനിമയിൽ അദ്ദേഹം സിനിമാക്കാരനതിന് മുമ്പേ താങ്കൾ അറിയാം? തീർച്ചയായിട്ടും. എങ്ങനെയാണ്? എൻ്റെ വളരെ അടുത്ത, നിങ്ങൾ പറഞ്ഞ പോലെ വളരെ അടുത്തൊരു ബന്ധുത്വം ഞങ്ങൾക്ക് തമ്മിലുള്ളതുകൊണ്ട് ഞാൻ കുട്ടിയായിരിക്കുമ്പോൾ മുതലേ ഞാൻ കാണുന്ന ഒരാളാണ്. ഞങ്ങൾ തമ്മിൽ ആ രീതിയിൽ ഉള്ള അടുപ്പങ്ങളും ഒക്കെ ഉണ്ട്. അതുകൊണ്ടുകൂടെ ആയിരിക്കും മോഹൻലാലിന്റെ നായകനായിട്ട് കിട്ടിയത്. തീർച്ചയായിട്ടല്ല. അവിടെയാണ് ഇത് ബന്ധുത്വം കൊണ്ടല്ല. അല്ല, ഞാൻ 98 വന്ന സിനിമയിൽ 2008 ഞാൻ മോഹൻലാലിനെ വെച്ച് സിനിമ ചെയ്യുന്നത്. ബന്ധുത്വം ഉണ്ടായിട്ട് പോലും ഞാൻ അദ്ദേഹത്തെ ഇല്ല, അതൊന്നും അതിനകത്തൊരു പരിഗണന. വളരെ പ്രൊഫഷണലായിട്ട് അതിനെ കാണുന്ന ആളാണ് അദ്ദേഹം. പിന്നെ ഞങ്ങളും നല്ല അടുപ്പം ഉണ്ടെങ്കിലും എല്ലാ ദിവസവും ഫോൺ ചെയ്യുക അല്ലെങ്കിൽ ടെക്സ്റ്റ് മെസ്സേജ് ചെയ്യുക അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഞങ്ങൾക്കിടയിലില്ല. ഇൻഫാക്റ്റ് എനിക്ക് തോന്നുന്നു കഴിഞ്ഞ കുറേ നാളുകളായിട്ട് എടുക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് എടുക്കുകയാണെങ്കിൽ, ഞാൻ അദ്ദേഹത്തെ ഈ മോഹൻലാലിൻ്റെ അടുത്ത് സ്പെൻഡ് ചെയ്യുന്നതിനേക്കാളും വളരെയധികം കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നത് മമ്മൂക്കയുടെ കൂടെയാണ്. ഇപ്പോഴും എനിക്ക് എപ്പോൾ വേണമെങ്കിലും വൈകുന്നേരം മമ്മൂക്കയെ വിളിച്ചിട്ട് മമ്മൂക്കയുടെ വീട്ടിൽ പോയിട്ട് മമ്മൂക്കയായിട്ട് ഇരിക്കാം, ലോകത്തിലുള്ള എല്ലാ കാര്യങ്ങളെക്കുറിച്ചും സംസാരിക്കാം. മൂപ്പർക്ക് അങ്ങനെ ഒരു സംഗതി ഉണ്ടല്ലോ, രാഷ്ട്രീയം, സാഹിത്യം, ഇതിലൊക്കെ നല്ല രീതിയിലുള്ള താല്പര്യമുണ്ട്. അപ്പോൾ സംസാരിക്കാം, ഇഷ്ടം പോലെ കട്ടൻ ചായ തരും. വലിയ സന്തോഷമാണ് നമ്മൾ ചെല്ലുന്നത്. അപ്പൊ അത്തരത്തിലുള്ള വർത്തമാനങ്ങൾക്കുള്ളൊരു വായിച്ചത് അതൊക്കെ നല്ലോണം മമ്മൂക്കയായിട്ട് സാധിക്കും. ഇപ്പം മോഹൻലാലായിട്ട് സാധിക്കില്ല എന്നുള്ളതല്ല, അദ്ദേഹം ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുകയാണെങ്കിൽ എന്താണത് എന്ന് നമ്മളോട് ചോദിക്കാൻ സന്നദ്ധത കാണിക്കുന്ന ഒരാളാണ്. പക്ഷെ ഞാൻ നിങ്ങളോട് പറഞ്ഞത് ബന്ധുത്വം എന്നുള്ളത് ഒരു ബാധ്യതയല്ല എന്നാണ് ഞാൻ പറഞ്ഞത്. തീർച്ചയായിട്ടും അദ്ദേഹത്തോട് എനിക്ക് അടുപ്പമുണ്ട്, എപ്പോൾ വേണമെങ്കിൽ അദ്ദേഹത്തെ പോയി കാണാം, സംസാരിക്കാം, എല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ ഇത്തരത്തിലുള്ള സൗഹൃദങ്ങളെക്കുറിച്ച് നിങ്ങൾ പറഞ്ഞപ്പോൾ എനിക്ക് അതിനേക്കാൾ കൂടുതൽ ഞാൻ ഈ അടുത്ത കാലത്തായിട്ട് ഇടപെടുന്നത് മമ്മൂക്കയായിട്ടാണ് എന്നാണ് ഞാൻ പറഞ്ഞത്. ഈ ഇവർ രണ്ടുപേരും പണ്ട് ഏതോ ഒരു സമയത്ത് അൻവർ അബ്ദുള്ള എന്നോട് മുമ്പ് എന്നോട് സംസാരിച്ചതോ അല്ലെങ്കിൽ പ്രസംഗിക്കുമ്പോൾ കേട്ടതോ എന്തോ ആയിട്ടുള്ളത്, എല്ലാവരും പറയുന്ന കാര്യമാണ്, മലയാളി എന്ന സംഗതി ഉണ്ടാക്കിയത് ഈ മനോരമയും മമ്മൂട്ടി മോഹൻലാലൊക്കെ ചേർന്നാണ്. മമ്മൂട്ടി മോഹൻലാലിൻ്റെ ഉടുപ്പും നടപ്പുമാണ് നമ്മുടെ എത്രയോ തലമുറകളായിട്ട് ആണുങ്ങൾ, പുരുഷന്മാർ മമ്മൂട്ടി പ്രേമിക്കുന്ന പോലെ അല്ലെ മോഹൻലാൽ പ്രേമിക്കുന്ന പോലെ എന്നതാണ്. ഇത് ഈ രണ്ട് വലിയ താരശരീരങ്ങൾ നമ്മുടെ സൊസൈറ്റിയെ എങ്ങനെ മോൾഡ് ചെയ്തു? ഗംഭീരമായിട്ട് നമ്മുടെ യുവത്വം മുഴുവൻ നെഗോഷിയേറ്റ് ചെയ്യപ്പെട്ടത് ഇവരിലൂടെയല്ലേ, ഇവരുടെ കഥാപാത്രങ്ങളിലൂടെയല്ലേ. ഇപ്പോൾ ഇന്ന് 50കളിൽ എത്തി നിൽക്കുന്ന ഒരാളെ തിരിച്ചു നോക്കുമ്പോൾ അയാളുടെ ടീനേജും അയാളുടെ യുവത്വത്തിലുമൊക്കെ
അയാൾക്ക് ജീവിതത്തിൽ അനുഭവിക്കാൻ സാധ്യമായിട്ടുള്ള എല്ലാ വികാര തലങ്ങളിലും അയാൾ ഐഡൻറ്റിഫൈ ചെയ്യപ്പെട്ടതും അയാളൊരു പരിധിവരെ മിമിക് ചെയ്തതും ഇവരുടെ കഥാപാത്രങ്ങളെയല്ലേ. അതിൽ വേറിട്ട് എന്താ ഒരു സംഗതി ഉള്ളത് നമുക്ക്? അതിനകത്ത് അൻവറിൻ്റെ ഒബ്സർവേഷൻ വളരെ ശരിയാണ്. അതിൻ്റെ കൂടെ യേശുദാസ് ഉണ്ട്, ഒരു പരിധിവരെ ജയചന്ദ്രനുണ്ട്, എസ് ജാനകിയുണ്ട്. നമ്മൾ അത്തരത്തിലുള്ള ആളുകളെ നമ്മൾ ഒരിക്കലും മാറ്റിവെക്കരുത്. ഇതെല്ലാം നമ്മളുടെ അതായത് നമ്മൾ വെറുതെ അങ്ങ് ജീവിച്ചു പോകുമല്ലോ. നമ്മൾ ജീവിക്കുന്നത് മുഴുവനും നമ്മുടെ ഓരോ അനുഭവവും മീഡിയേറ്റഡാണ്. നമ്മൾ വായിച്ചതും അറിഞ്ഞതും കണ്ടതും ചിന്തിച്ചും ഒക്കെയുള്ള കാര്യങ്ങളിലൂടെയാണല്ലോ നമ്മൾ അനുഭവിക്കുന്നത്. ജോനാഥൻ കള്ളർ എന്ന് പറയുന്ന ഒരു ചിന്തകൻ പറഞ്ഞിട്ടുണ്ട്, നമുക്ക് ഏറ്റവും തീവ്രമായിട്ട് മൗലികമായിട്ട് നമ്മളെ എക്സ്പ്രസ് ചെയ്യുമ്പോൾ ഐ ലവ് യു എന്ന് പറയുന്നതാണ്. നമ്മളൊരു പെൺകുട്ടിയുടെ അടുത്തോ പെൺകുട്ടി നമ്മളുടെ അടുത്തോ അല്ലെങ്കിൽ ഇപ്പോൾ ആരോടും പറയാവുന്ന, പക്ഷെ അതിൽ പരം ആവർത്തിച്ച് ഉപയോഗിക്കപ്പെട്ട ഒരു ഉദ്ധരണി വേറെ ഉണ്ടോ? എത്രയോ സ്ഥലത്ത് എത്ര തവണ റിപ്പീറ്റ് ചെയ്യപ്പെട്ട ഒരു സംഗതിയാണത്. അപ്പം അത് പറയുമ്പോൾ ഉള്ള നമ്മളുടെ മോഡുലേഷൻ, നമ്മളുടെ ശരീരഭാഷ അത് നിർണ്ണയിക്കപ്പെട്ടതാണ്, അത് എന്നോ നിർണ്ണയിക്കപ്പെട്ടതാണ്. അപ്പോൾ ആ രീതിയിൽ കാണുമ്പോൾ മോഹൻലാലും മമ്മൂട്ടിയും തീർച്ചയായിട്ടും മലയാളിയെ സംബന്ധിച്ചിടത്തോളം അത് അൻവർ അബ്ദുള്ള പറയുന്നതിനോടൊപ്പം തന്നെയാണ്. ഇതിപ്പോൾ ഞാൻ ഈ ചോദ്യം ചോദിക്കുന്നത് താങ്കളോടായതുകൊണ്ടാണ്, ഈ കാലത്തിരുന്ന് ഉള്ളൊരു ചോദ്യമാണെന്ന് കൂട്ടിയാൽ മതി. ഇപ്പോൾ ഇവർ രണ്ടുപേരും നമ്മുടെ താരശരീരങ്ങളായതുകൊണ്ട്, നമ്മുടെ മാതൃകാ ശരീരങ്ങളായതുകൊണ്ട് ഈ സൈഡ് ലൈൻ ചെയ്യപ്പെട്ടു പോയ മറ്റനേകം സംഭവങ്ങൾ അതിനെ എങ്ങനെയാണ് കാണുക? നമ്മൾ അത്തരം ചർച്ചകൾ ഉണ്ടാവാറുണ്ട്. ഇവരുടെ ഈ ഇമ്പോസിങ് ആയിട്ടുള്ള ഈ ഒരു ചവറിങ് പ്രസൻസിൻ്റെ മുമ്പിൽ ഇത്തരം ആളുകൾ സൈഡ് ലൈൻ ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ യേശുദാസ് ഈ അദ്ദേഹത്തിൻ്റെ ഗന്ധർവനാദവുമായി ഇങ്ങനെ തുടരുമ്പോൾ എത്രയോ മറ്റുള്ള ശബ്ദങ്ങൾ അതിനകത്ത് പോകുന്നു എന്നുള്ളത് ഉണ്ട് എന്നുള്ളതിനകത്ത് ഒരു സംശയവുമില്ല. കാരണം നമ്മൾ കണ്ടെടുക്കപ്പെടാതെ പോയ ഒരുപാട് ഗംഭീര നടീനടന്മാരും ഗായകരും ഒക്കെ നമുക്ക് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതിനകത്ത് ഒരു തർക്കവുമില്ല. പക്ഷേ അത് എല്ലാ കൾച്ചറൽ ഇൻഡസ്ട്രിയിലും ഇത്തരം റിപ്രഷൻസ് ഉണ്ടെന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. അത് ചില കാലങ്ങളിൽ ഈ റിപ്രസ്ഡ് ആയിട്ടുള്ളത് തിരിച്ചു വരികയും ഇതിനെ അട്ടിമറിക്കുകയും ചെയ്യും. അത്തരത്തിലുള്ള അവരുടെ താരമെന്നുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ പദവിയെ ഗംഭീരമായിട്ട് കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ ചോദ്യം ചെയ്യപ്പെട്ടിട്ടുണ്ട്, ഇല്ലേ? അതെ. അത് ഇത്തരത്തിലുള്ള മാർജിനലൈസ്ഡ് ആയിട്ടുള്ള പ്രസൻസുകളുടെ തിരിച്ചുവരവിലൂടെ ചോദ്യം ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പം ഒരു താരമായിരിക്കുക എന്ന് പറയുന്നത് എപ്പോഴും അപ്രമാദിത്വം അല്ലെങ്കിൽ എപ്പോഴും പവർഫുൾ ആയിരിക്കുക എന്നുള്ളതല്ല, അത് ക്വസ്റ്റ്യൻ ചെയ്യപ്പെടുകയും കൂടി ചെയ്യുമ്പോഴാണ് ഒരു താരമാകുന്നത്. അത് ഒരു ലീഡറും അങ്ങനെ വേണമെന്നാണ് ഞാൻ കരുതുന്നത് കേട്ടോ. സൂപ്പർ സ്റ്റാർഡം മാത്രമല്ല, ഇപ്പോൾ സംഭവിക്കാത്തതുമൊക്കെ അതൊക്കെ തന്നെയാണ്. ലീഡറാവുക എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ ചെയ്യപ്പെടുമ്പോൾ കൂടിയാണ് ലീഡറാകുക എന്ന് പറയുന്നത്. നിങ്ങൾ തന്നെ എടുത്തു നോക്കും, മഹാത്മാഗാന്ധി എന്ന് പറയുന്ന ആളുടെ യാത്ര നോക്കുകയാണെങ്കിൽ അംബേദ്കർ എത്ര ഗംഭീരമായിട്ടാണ് ഗാന്ധിയെ ക്വസ്റ്റ്യൻ ചെയ്തത്. അതും കൂടി ഉൾപ്പെട്ടതല്ലേ ഗാന്ധി എന്ന് പറയുന്നത്. അങ്ങനെ ക്വസ്റ്റ്യൻ ചെയ്യപ്പെടുന്നതിനെ ഇപ്പം മമ്മൂട്ടി, നമ്മൾ അങ്ങനെ ഈ പശ്ചാത്തലത്തിലേക്ക് എടുത്തു വെച്ചാൽ മമ്മൂട്ടി അതിനെ ക്വസ്റ്റ്യൻ ചെയ്യപ്പെടുന്നതിനെ ഗ്രഹിക്കാൻ വേണ്ടി ശ്രമിക്കുകയും, ഇപ്പോൾ പുഴുവാണെങ്കിലും ഇപ്പോൾ വന്നിരിക്കുന്ന കാതൽ പോലെ മുമ്പില്ലാതിരുന്ന ക്യാരക്ടേഴ്സിലേക്ക് മാറിയിട്ട് അവനവനെ പുതുക്കാൻ ശ്രമിക്കുമ്പോൾ മോഹൻലാൽ പക്ഷെ അങ്ങനെ ചെയ്യുന്നില്ല എന്നതാണ് ഒരു സാധാരണ പ്രേക്ഷകർ എന്ന നിലക്ക് എൻ്റെ ഒരു നിരീക്ഷണം. ഞാൻ അതിനോട് യോജിക്കുന്നൊന്നുമില്ല. കാര്യം മോഹൻലാൽ എത്രയോ ചെറുപ്പത്തിൽ എത്രയോ കാര്യങ്ങൾ ഇതുപോലെ ചെയ്തിട്ടുണ്ട്. അത് മമ്മൂക്ക എനിക്ക് തോന്നുന്നു ഈ മമ്മൂക്കയ്ക്ക് കൃത്യമായിട്ടുള്ള ഒരു പഠനവും ഒരു ഒബ്സർവേഷനും ഉണ്ടല്ലോ. ഇപ്പോൾ സെൻസിബിലിറ്റി എങ്ങനെ മാറുന്നു എന്നുള്ളതിനെക്കുറിച്ചുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള സ്ക്രീൻ പ്ലേ വരുമ്പോൾ അദ്ദേഹം അങ്ങനെ അതിനൊരു ഇനിഷ്യേറ്റീവ് എടുത്തിട്ട് അങ്ങനെ ചെയ്യുന്ന ഒരു രീതി മമ്മൂക്കയ്ക്കുണ്ട്. മോഹൻലാലിനെ സംബന്ധിച്ചുള്ള അദ്ദേഹം അങ്ങനെ കൃത്യമായിട്ട് ഒരു പഠനം നടത്തി നമുക്കിന്ന് ഇങ്ങനെ ചെയ്യാം എന്ന് പറയുന്ന ഒരാളല്ല പുള്ളി. പക്ഷെ അദ്ദേഹത്തിന് അടുത്ത് നമ്മളിപ്പോൾ കാതൽ പോലൊരു സിനിമ കൺവിൻസ് ചെയ്യാനായിട്ട് വലിയ പാടുണ്ടെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. അയ്യോ ഞാനിത് ചെയ്യില്ല എന്ന് പറയുന്ന ആളല്ല. കാര്യം അദ്ദേഹത്തിൻ്റെ ഫിലിമോഗ്രാഫി നമുക്ക് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം നിങ്ങൾ പറഞ്ഞില്ലേ പാദമുദ്ര, അതിപ്പോൾ ചെയ്യുമ്പോൾ ഏത് വയസ്സിലാണ് ചെയ്യുന്നത്? അത് നല്ല അദ്ദേഹത്തിന് ഗംഭീരമായ സ്റ്റാർഡത്തിൽ നിൽക്കുമ്പോഴല്ലേ അദ്ദേഹം അത് ചെയ്യുന്നത്. സതയം പോലൊരു സിനിമ ആലോചിച്ച് നോക്കൂ, അത് അദ്ദേഹം ചെയ്തിട്ടുണ്ട്. വാസ്തുകാര. അപ്പോൾ അത് മോഹൻലാൽ അത് തിരഞ്ഞെടുപ്പിൻ്റെ കാര്യത്തിലാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഇവർ രണ്ടുപേരും രണ്ട് രീതിയിൽ സിനിമയെ അപ്രോച്ച് ചെയ്യുന്ന ആളുകളാണ്. ഒരാൾ വളരെ സ്പോണ്ടേനിയസ് ആയിട്ട് വലിയ രീതിയിലുള്ള അത് അദ്ദേഹത്തിൻ്റെ ആക്ടിങ്ങും അങ്ങനെ തന്നെയാണ് തോന്നുന്നു. മറ്റേ ആൾ കുറേ കൂടി എനിക്ക് തോന്നുന്നു കൃത്യമായിട്ട്
കാര്യങ്ങൾ ഒന്ന് നോക്കിക്കണ്ട് അങ്ങനെയൊക്കെ തിരഞ്ഞെടുക്കുന്ന ആളാണ്. ഇതിപ്പോൾ ഇവരുടെ അതിന് ശേഷമുള്ളൊരു കാലമുണ്ടല്ലോ, നമ്മളീ പറയുന്ന ഒരു ഇരട്ട, ഈ മോഹൻലാൽ മമ്മൂട്ടി എന്ന് വെച്ചാൽ നമുക്ക് എത്രയോ വർഷങ്ങൾ, പതിറ്റാണ്ടുകളായിട്ട് മോഹൻലാൽ മമ്മൂട്ടി ഇങ്ങനെ, നിങ്ങൾക്ക് ഇതിൽ രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകുന്നല്ലാതെ രണ്ടുപേരും അവിടെ ഉണ്ട്. അതിന് ശേഷമുള്ളൊരു സിനിമ എങ്ങനെയായിരിക്കും? ഷോ വിൽ ഗോ ഓൺ, അതിന് സംശയമൊന്നുമില്ല. മുമ്പോട്ട് സിനിമ പക്ഷേ അത് ബുദ്ധിമുട്ടാണ്. ഒരു മമ്മൂട്ടി മോഹൻലാൽ മാത്രമല്ല ഞാൻ പറയുന്നത്. നിങ്ങൾ നോക്കൂ, ഒരു രജനീകാന്ത് കമൽഹാസൻ തമിഴ്നാട്ടിലുണ്ട്, റിപ്പീറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ വിജയ് എത്ര വലിയ സ്റ്റാർ ആണെന്ന് നമ്മൾ പറയാറുണ്ട്. വിജയ് വലിയ സ്റ്റാറാണ്, യാതൊരു സംശയമില്ല. അജിത്ത് വലിയ സ്റ്റാറാണ്. പക്ഷേ ഈ രണ്ട് പേരുടെ പേരിനൊപ്പം നമുക്ക് അവരെ അങ്ങനെ ചേർത്ത്, കമൽഹാസൻ രജനീകാന്ത് എന്ന് പറയുന്ന പോലെ വിജയ് അജിത്ത് നമുക്ക് പറയാൻ ബുദ്ധിമുട്ടുണ്ട്, അല്ലേ? അത് തന്നെയാണ് ഇവിടെ സംഭവിക്കുന്നത്. എല്ലാ ഇൻഡസ്ട്രിയിലും ഇതുണ്ട്. ഇനി വേണ്ട ഒരു ബ്രയൻ ലാറ, സച്ചിൻ ടെണ്ടുൽക്കർ, അതിനുശേഷം നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരവസ്ഥയുണ്ട്. പക്ഷെ സോക്കറിൽ ഫുട്ബോളിൽ മാത്രമാണ് അത് എനിക്ക് തോന്നുന്നു അത്തരത്തിലുള്ള ഇപ്പോൾ തുടർന്ന് വരുന്ന ഒരു സംഗതി എന്ന് പറയുന്നത്. പക്ഷേ ഇതിനകത്ത് ഇൻഡിവിജ്വൽ ടാലൻറ്റിനേക്കാൾ കൂടുതൽ എനിക്ക് തോന്നുന്നു ഇൻഡസ്ട്രിയുടെ സ്വഭാവം മാറിപ്പോയിട്ടുണ്ട്. അതൊരു പ്രധാനപ്പെട്ട സംഗതിയാണ്. ഇനി അങ്ങനെ ഒരു സൂപ്പർ സ്റ്റാറുകൾ ഉണ്ടാവില്ല എന്ന് പറയാനുള്ള ഇരട്ടകളിലൂടെ ഒരു ഇൻഡസ്ട്രി നിർവചിക്കപ്പെടുന്ന അവസ്ഥ ഉണ്ടാവില്ലെന്ന് ഞാൻ പറയാൻ കാരണം, കുറെ കൂടി ഹൈബ്രിഡായി ഈ ഇൻഡസ്ട്രി എന്ന് പറയുന്നത്, സങ്കര സ്വഭാവമായി ഇൻഡസ്ട്രിക്ക്. ഇതിൻ്റെ റവന്യൂവും ഇതിൻ്റെ പ്രദർശനവും ഒക്കെ പല വെർട്ടിക്കലിലേക്ക് മാറി, കുറെ കൂടി തുറന്നു, ഇത് ഭയങ്കരമായി തുറന്നു. പിന്നെ സാങ്കേതിക വിദ്യയുടെ ഒരു വളർച്ച കൊണ്ട് എവിടെ വെച്ച് വേണമെങ്കിലും ഷൂട്ട് ചെയ്യാവുന്ന ഒരു സംഗതിയായിട്ട് സിനിമ മാറിയിട്ടുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിൽ ഷൂട്ട് ചെയ്യാം, 3 സുഹൃത്തുക്കൾ ചേർന്ന് നിന്ന് ഷൂട്ട് ചെയ്യാം. 1001 നുണകൾ എന്ന് പറഞ്ഞൊരു സംഗതി, ഒരു സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, അത് നോക്കണം നിങ്ങൾ. അത് പ്ലാറ്റ്ഫോമിലുണ്ട്, OTT-യിലുണ്ട്. അത് ഇത്തരത്തിലുണ്ടായൊരു സിനിമയാണ്. സിനിമയോട് പാഷനേറ്റ് ആയിട്ടുള്ള ചില ചെറുപ്പക്കാർ ദുബായിൽ ഇരുന്നിട്ട് അവരുടെ സംവിധാനങ്ങൾ ഉപയോഗിച്ച് ഷൂട്ട് ചെയ്ത സിനിമ, ഇത് മനോഹരമായ സിനിമയാണ്. അപ്പം ആ രീതിയിലേക്ക് ഇൻഡസ്ട്രി തുറക്കുന്നുണ്ട്, കുറെ കൂടി ഹൈബ്രിഡ് ആവുന്നുണ്ട് ഇൻഡസ്ട്രി. അപ്പോൾ ഇതുപോലുള്ള സ്റ്റാർസ് ഇനി ഉണ്ടാവാനുള്ള സാധ്യത വളരെ കുറവാണ്. അതിൻ്റെ ഒരു ലോഞ്ചിവിറ്റിയും വളരെ പ്രശ്നത്തിലാവുന്നതാണ് എനിക്ക് തോന്നുന്നത്. വലിയ തോതിലുള്ള പരിഹാസം അടക്കം താങ്കൾക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട്. വലിയ വിഷമം ഉണ്ടാക്കും. അതിനെങ്ങനെയാണ് കാണാൻ? വിഷമം ഉണ്ടാക്കാറില്ല. കാര്യം ഞാൻ ഗംഭീരമായിട്ട് വിമർശിക്കുന്ന ഒരാളായിരുന്നില്ല എൻ്റെ എഴുത്തുകളിൽ. ഞാൻ വിമർശിച്ചിട്ടുള്ള ആളുകൾ എന്നേക്കാൾ എത്രയോ ടവറിങ് ആയിട്ടുള്ള, ഞാൻ നേരത്തെ നിങ്ങളോട് ചില പേരുകൾ പറഞ്ഞല്ലോ, എൻ്റെ എഴുത്തിലൂടെയൊക്കെ ഞാൻ വിമർശിച്ചിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ വിമർശനം എന്ന് പറയുന്നതിനകത്ത് നമ്മൾ ഭയങ്കര സെൻറ്റിമെൻ്റലായിട്ടൊന്നും കാര്യമില്ല. പക്ഷേ വിമർശനത്തിനോടൊപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ വിമർശനവും പരിഹാസവും രണ്ടാണ്, അപഹസിക്കലും രണ്ടാണ്. അതിപ്പോൾ എക്കാലത്തും ഇതുണ്ടായിട്ടുണ്ടെന്നേ, എക്കാലത്തും ഈ വിമർശനവും പരിഹാസവും ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ കൃഷ്ണൻ നായർ സാറ് സാഹിത്യ ബാലപാലം എഴുതുമ്പോൾ അദ്ദേഹത്തോടുള്ള പ്രധാന വിയോജിപ്പെന്ന് പറഞ്ഞാൽ വിമർശനത്തിനേക്കാൾ കൂടുതൽ വളരെ വ്യക്തിപരമായ പരിഹാസം അദ്ദേഹം നടത്തിയിരുന്നു എന്നുള്ള വിയോജിപ്പുകളുണ്ടായിട്ടുണ്ട്. ഇന്ന് ഈ അടുത്ത കാലത്ത് ഞാൻ കൃഷ്ണൻ നായർ സാറിനെ ആളുകൾ വീണ്ടും വീണ്ടും ഓർക്കുന്നതുകൊണ്ട്, ഇപ്പോൾ ഈ സിനിമാ വിമർശനം യൂട്യൂബിലുണ്ടാകും. ഇത് പണ്ട് കൃഷ്ണൻ നായർ ചെയ്തിരുന്ന, അദ്ദേഹം ഒരിക്കലും എന്താ പറയേണ്ടത്, അദ്ദേഹത്തിൻ്റെ പരിഹാസം ഒരിക്കലും എന്താണ് ബോഡി ഷെയ്മിങ്ങോ അല്ലെങ്കിൽ നെയിം ഷെയ്മിങ്ങോ അല്ലെങ്കിൽ ജെൻഡർ ഷെയ്മിങ്ങോ ഒന്നും ആയിട്ട് മാറിയിട്ടില്ല. തന്നെയല്ല, കൃഷ്ണൻ നായർ സാറിനെ അങ്ങനെയൊന്നും കാണേണ്ട ആളൊന്നുമല്ല. വളരെ കമ്മിറ്റഡായിട്ട് വായനയ്ക്ക് വേണ്ടി മാത്രം ജീവിച്ചിരുന്ന ഒരാൾ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാവുന്ന ഒരാളാണ്. അപ്പോൾ അത് എന്നെ അത് വലുതായിട്ടൊന്നും ബാധിക്കുന്നൊന്നുമില്ല. ഇതിനകത്ത് ഇപ്പം മോഹൻലാലിൻ്റെ ഏറ്റവും വലിയ പരാജയ ചിത്രങ്ങൾ എന്ന നിലക്ക് ഈ ഫാൻസ് ഗ്രൂപ്പുകളിലൊക്കെ പറയുന്ന സിനിമകളിൽ 2 ഒന്ന് ഒടിയനും ഒന്ന് ആറാട്ടുമാണ്. അപ്പോൾ ഈ ആറാട്ടൊക്കെ വലിയ തോതിൽ തകരുമ്പോൾ മോഹൻലാലിന് എന്താ താങ്കളോട് തോന്നിയിട്ടുണ്ട്? അദ്ദേഹത്തിന് ഒരു പ്രശ്നവും എന്നോട് തോന്നിയിട്ടൊന്നും. എന്നോട് എന്തിനു തോന്നണം? ഞങ്ങൾ രണ്ടുപേരും കൂടി അത് ഇപ്പം ഞാൻ അദ്ദേഹം ഇപ്പോൾ ആറാട്ടിനെ കുറിച്ച് പറയുമ്പോൾ തന്നെ ഇപ്പം വില്ലൻ എന്ന് പറയുന്ന സിനിമയെക്കുറിച്ച് ഇപ്പോൾ ആളുകൾ സംസാരിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും മികച്ച പെർഫോമൻസിൻ്റെ അല്ലെങ്കിൽ അങ്ങനത്തെ മൊമെന്റ്സ് കണ്ട ഒരു സിനിമയാണ് ഗ്രാൻഡ് മാസ്റ്റർ. അപ്പോൾ അത്തരം സിനിമകൾ ചെയ്തിട്ടുണ്ട്. ഒരു ആറാട്ട് അത് വിമർശനം, അത് ആ വിമർശനത്തിനോട് എനിക്കൊരു ക്വാറലും ഇല്ലെന്നേ. ആ വിമർശനം എന്ന് പറയുന്നത് ആ സിനിമ അർഹിക്കുന്ന വിമർശനമായിരിക്കും. നമ്മൾ വി ട്രൈഡ് ഔട്ട് സംതിങ്,
പക്ഷെ അത് വന്നപ്പോൾ അത് വിമർശനമാണെങ്കിൽ ആ വിമർശനം നമ്മൾ ഉൾക്കൊണ്ട് മുമ്പോട്ട് പോവുക എന്നുള്ളതേ ഉള്ളൂ. അതിനകത്ത് മോഹൻലാലിനോ എനിക്കോ അങ്ങനെ ഒരു പ്രശ്നമുള്ളതായിട്ട് എനിക്ക് ആറാട്ടിന്റെ ഒരു പരാജയത്തിന് എന്ത് കാരണം എന്നാണ് താങ്കൾ ചിന്തിക്കുന്നത്? അല്ല, അത് ഞാൻ കൂടുതൽ സംസാരിക്കാൻ ഇപ്പോൾ ആഗ്രഹിക്കുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ അങ്ങനെ അതിനെക്കുറിച്ച് തുറന്ന് സംസാരിച്ച് കഴിയുമ്പോൾ അതിൻ്റെ ചില വശങ്ങളിലേക്ക് നമ്മൾ കടന്ന് സംസാരിക്കേണ്ടി വരും. പക്ഷെ അത് എൻ്റെ മാത്രം വർക്കല്ലല്ലോ, ഒരു കളക്റ്റീവായിട്ടുള്ള വർക്കല്ലേ. അതിനെക്കുറിച്ച് ഞാൻ എന്തിനാണ് ഇരുന്ന് സംസാരിക്കുന്നത്? അത് എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു ആ വിമർശനം ഞാൻ ഉൾക്കൊള്ളുന്നു, അത് കഴിഞ്ഞതാണ്. പിന്നെ നിങ്ങൾ ചോദിച്ച ചോദ്യം എന്താണ്, ഈ യൂട്യൂബിൽ ഫേസ്ബുക്കിൽ ഒക്കെ വരുന്ന അതിൻ്റെതായ ഒരു നമുക്കൊരു കാലത്ത് സംഭവിക്കുന്ന മാറ്റങ്ങളുണ്ടല്ലോ, ആ മാറ്റങ്ങളുടെ ഭാഗമായിട്ട് ഇത് ഞാൻ കാണുന്നു. പിന്നെ ഇതൊക്കെ ഷാർപ്പ് ക്രിട്ടിക്കൽ ഇൻസൈറ്റ് ആണെന്ന് പറഞ്ഞാൽ അത് ഞാൻ പർച്ചേസ് ചെയ്യില്ല എന്നുള്ളത്. എടുക്കുന്ന പോലെ അതത്രേ ഉള്ളൂ. അത് കാര്യം ആ ജോലി കുറച്ചൊക്കെ ചെയ്തിട്ടുള്ള ഒരാളാണ് ഞാനുള്ളത് കൊണ്ട് ഞാനത് അത്രയേ കാണുന്നു. എനിക്ക് താങ്കളോട് വിയോജിപ്പ് തോന്നിയ രണ്ട് സംഭവങ്ങൾ. ഒന്ന്, ഈ ദിലീപിന്റെ കേസുമായി ബന്ധപ്പെട്ട്, രണ്ട് WCC ആയിട്ട് ബന്ധപ്പെട്ട്. ദിലീപിന്റെ കേസിൽ അങ്ങനെ ഒരു സ്റ്റാൻഡ് ആയിരുന്നില്ല എടുക്കേണ്ടിയിരുന്നത് എന്ന് തോന്നുന്നു അദ്ദേഹത്തിന് അനുകൂലമായിട്ട്. എങ്ങനെ പറയൂന്ന് വിശദീകരിക്കും. താങ്കൾ ദിലീപിന് അനുകൂലിയായിട്ടുള്ള ഒരാളാണ് ഈ അല്ല, അത് എന്ന് വിശദീകരിക്കൂ. എങ്ങനെയാണ് സനീഷിന് തോന്നിയത്? അങ്ങനെ അല്ലെങ്കിൽ നമുക്കത് വിടാം. ഞാൻ അല്ല, സനീഷിനെ പോലെ ഒരാൾക്ക് അങ്ങനെ തോന്നി എന്ന് പറയുമ്പോൾ സനീഷ് വെറുതെ തോന്നില്ലല്ലോ. അതായത് ദിലീപ് ഈ സംഭവങ്ങൾ ഉണ്ടായപ്പോൾ പൊതുസമൂഹത്തിന് ആകെപ്പാടെ തന്നെ വലിയ വിമർശനം നേരിട്ടു. എന്ന് വെച്ചാൽ അദ്ദേഹം ഈ ഇതിന്റെ ജുഡീഷ്യൽ പ്രോസസ്സിലൂടെ കടന്നു പോകുന്നേ ഉള്ളൂ. പക്ഷേ സിനിമാ മേഖലയിലെ കുറേ ആൾ അദ്ദേഹത്തിനൊപ്പം നിൽക്കാൻ പറ്റും ചെയ്തു. പലരും പരസ്യമായിട്ടൊന്നും പറയാതിരുന്നു. പലരും ഈ നടിക്കൊപ്പം ആണ് എന്ന അഭിപ്രായം പറഞ്ഞു. പക്ഷേ താങ്കൾ അതിനുശേഷം പിന്നെ സിനിമ എടുത്തു, സിനിമയിൽ സഹകരിച്ചു എന്നൊക്കെയാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അതാണ് പോയിന്റെങ്കിൽ അതിനെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം. അതായത് ദിലീപിന്റെ ഇഷ്യൂ വന്നപ്പോൾ ദിലീപിനെ ഈ സംഘടനയിൽ ഏതെങ്കിലും ഒരു ചലച്ചിത്ര സംഘടനയിൽ നിന്ന് ആദ്യം സസ്പെൻഡ് ചെയ്യുന്ന ആൾ ഞാനാണ്. ഫെഫ്കയാണ്. ഫെഫ്കയിൽ അദ്ദേഹം മെമ്പറാണ്. അദ്ദേഹത്തിന് അസിസ്റ്റന്റ് ഡയറക്ടർ കാർഡുണ്ട് ഫെഫ്കയിൽ. അപ്പം ആ വാർത്ത ബ്രേക്ക് ചെയ്ത് വരുമ്പോൾ ദിലീപ് കസ്റ്റഡിയിലാണ് അവിടെ. അപ്പം ദിലീപിന് ഫോൺ ഉപയോഗിക്കാൻ അവർ സമ്മതിച്ചിരുന്നു. അപ്പം ദിലീപ് അവിടെ നിന്ന് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ ഈ വാർത്ത കണ്ടു, പക്ഷേ ഞാനിതിൽ നിരപരാധിയാണ്. ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ, പക്ഷേ യു ഹാവ് ആ ഒരു പ്രോസസ്സിലൂടെ നിങ്ങൾ കടന്നു പോകണം. കടന്നുപോയി നിരപരാധിത്വം തെളിയിച്ചു കഴിഞ്ഞാൽ ഇതിനകത്ത് ബുദ്ധിമുട്ടുണ്ടാവില്ല എന്ന് പറഞ്ഞു. ഞാൻ ദിലീപിനൊപ്പം ഒരു പടം പോലും അന്ന് വരെ ചെയ്തിട്ടില്ല. അത് നിങ്ങൾ ഓർക്കണം. അതുവരെ ഇല്ല. അതായത് ദിലീപ് ഏറ്റവും എനിക്കൊന്നും മലയാളത്തിൽ ഇത്രയും സക്സസ് റേറ്റ് ഉള്ള വേറൊരു ഹീറോ ഇല്ല. ബാക്ക് ടു ബാക്ക് 12-13 ബ്ലോക്ക് ബസ്റ്റേഴ്സ് കൊടുത്തിട്ടുള്ള ആ സമയത്ത് നായകനാണ് ദിലീപ്. ആ അദ്ദേഹത്തിന്റെ ആ ഒരു പ്രൈം പീരീഡിൽ ഞാൻ അദ്ദേഹമായിട്ട് ഒരു സിനിമയും ചെയ്തിട്ടില്ല. അദ്ദേഹമായിട്ട് എനിക്ക് അങ്ങനെ അടുത്തൊരു തരത്തിലുള്ള സൗഹൃദ ബന്ധവും ഇല്ല. ഞങ്ങൾ തമ്മിൽ 2-3 വട്ടം സിനിമ ചെയ്യാൻ ഉള്ള അവസരം വന്നിട്ട് പല കാരണങ്ങൾ കൊണ്ട് അത് മാറിപ്പോയി. അങ്ങനെ മാറിപ്പോയപ്പോൾ ഒരു ഡിസ്കഷൻ വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, പലതവണയായല്ലോ നമ്മൾ തമ്മിൽ ഒരു സിനിമ ചെയ്യാനിരിക്കുന്നു, എന്തായാലും നമുക്ക് സിനിമ ചെയ്യാം. അപ്പോൾ ഞാനൊരു സ്റ്റട്ടറിങ് ലോയർ, ഒരു വിക്കുള്ള വക്കീലിൻ്റെ സംഗതിയാണ് പറഞ്ഞത്. അത് ഞാൻ ആദ്യം ശ്രീ മോഹൻലാലിന് വേണ്ടി എഴുതിയതാണ്. അപ്പോൾ അദ്ദേഹം തന്നെയാണ് എന്നോട് പറഞ്ഞത്, ഇത് കുറച്ചും കൂടി ദിലീപിനായിരിക്കും ചേരുക ഈ കഥാപാത്രം എന്ന് പറഞ്ഞു. അപ്പോൾ അത് ഞാൻ ദിലീപിനോട് പറയുമ്പോൾ ദിലീപ് പറഞ്ഞു, അത് ഇൻട്രസ്റ്റിംഗ് ആണ്, നമുക്ക് ചെയ്യാം. അങ്ങനെ അതിനൊരു പ്രൊഡക്ഷൻ കമ്മിറ്റ്മെൻ്റ് ഉണ്ടായി. പക്ഷെ അത് വൈകിപ്പോയി. എനിക്ക് ഈ ദിലീപ് ജാമ്യത്തിൽ വെളിയിൽ വന്നു കഴിഞ്ഞാൽ അദ്ദേഹം സിനിമ ചെയ്യാൻ തുടങ്ങിയല്ലോ. അവിടെ ഒന്നെനിക്ക് പറയാനുള്ളത്, ഏത് മേഖലയിലും ഒരു ട്രയൽ നേരിടുന്ന ആള്, ഈസ് ഓൺലി അക്യൂസ്ഡ് അല്ലേ, അക്യൂസ്ഡ് ആയിട്ടുള്ള ആളാണ്. അയാൾക്ക് ജോലി ചെയ്യാനുള്ള അവകാശമുണ്ട്. ഇല്ല നിങ്ങൾക്ക് പറയാൻ പറ്റും. രാഷ്ട്രീയ നേതാക്കൾ അസംബ്ലിയിലും പാർലമെന്റിലും ഇരിക്കുന്നില്ലേ, അത് ജോലി ചെയ്യാനുള്ള അവകാശം ഉണ്ടായിട്ട്. അപ്പോൾ എൻ്റെ ഈ കമ്മിറ്റ്മെൻറ്റ് എനിക്ക് വലിയൊരു ലീഗൽ ബേർഡനായിട്ട് മാറി. അതൊരു കോർപ്പറേറ്റുമായിട്ടാണ് എൻ്റെ കമ്മിറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ദിലീപിനും അതൊരു ലീഗൽ ബേർഡനായിട്ട് മാറി. അപ്പം ഞാൻ അവരോട് സംസാരിച്ചു, ഇതാണ് സാഹചര്യം. അവർ പറഞ്ഞു, ഗോ ഹെഡ്, നിങ്ങൾ ആ പടം ചെയ്യണം എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ ആ പടം ചെയ്യുന്നത്. ആ പടത്തിന് ശേഷം ഒരു പടത്തിൻ്റെ ചർച്ച വന്നപ്പോൾ ഞാൻ പറഞ്ഞത്, നമുക്കിനി കേസ് കഴിഞ്ഞിട്ട് പടം ചെയ്യാം എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. അതല്ലാതെ ദിലീപിനോട് വ്യക്തിപരമായിട്ട് എനിക്ക് ഒരു തരത്തിലുള്ള വിരോധവുമില്ല. ദിലീപ് എൻ്റെ സഹപ്രവർത്തകനാണ്, ആ രീതിയിലുള്ള സൗഹൃദമുണ്ട്. ദിലീപിനെ
പിന്നെ വീട്ടിലെന്തെങ്കിലും ഒരു ചടങ്ങുണ്ടായാലും എന്നെ ക്ഷണിക്കാറുണ്ട്. ഇപ്പം ദിലീപിൻ്റെ മകളുടെ ബർത്ത്ഡേക്ക് ഞാൻ പോയി, എൻ്റെ അച്ഛനും അമ്മയും മരിച്ചപ്പോൾ ദിലീപ് ഇവിടെ വന്നിരുന്നു. ആ രീതിയിലുള്ള സൗഹൃദമൊക്കെ ഉണ്ട്. അതല്ലാതെ താങ്കൾ പറയുന്ന പോലെ ഈ ഒരു പടം ചെയ്തു എന്നല്ലാതെ ഏതെങ്കിലും രീതിയിൽ ദിലീപിനെതിരെ നടക്കുന്ന കേസന്വേഷണത്തെ സ്വാധീനിക്കത്തക്ക വിധത്തിലോ പൊതു സമൂഹത്തിൽ അയാൾക്ക് അനുകൂലമായിട്ടുള്ള ഒരു മാനസികാവസ്ഥയിലേക്ക് ആളുകളെ കൊണ്ടുവരുന്ന രീതിയിലോ ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത് നമ്മൾ ഒരുപാട് സംസാരിച്ചുള്ള കാര്യമാണ്. സിനിമ ലോകമാകെ തന്നെയും ഇത്തരം ഒരു ഘട്ടത്തിൽ താങ്കളെ മുന്നിൽ കിട്ടിയോണ്ട് മാത്രം ചോദിക്കുന്നതാണ്. ഈ മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു കേസ് വളരെ സവിശേഷതയാർന്ന ഒരു സംഗതിയാണല്ലോ. അത് പല സംഗതികളെയും പൊതുസമൂഹത്തിന് മുമ്പിൽ കൊണ്ടുവന്നു. അതായത് ഇതിനകത്ത് വർക്ക് ചെയ്യുന്ന പെൺകുട്ടികളുടെ, സ്ത്രീകളുടെ സുരക്ഷ അടക്കമുള്ള കാര്യങ്ങൾ. അത് ഏത് നിലക്ക് മലയാള സിനിമ അഡ്രസ്സ് ചെയ്യണമെന്നാണ്. ഞാൻ അതിൻ്റെ മറ്റു കാര്യങ്ങളിലേക്കൊന്നും പോവല്ല. ഏത് നിലക്ക് രണ്ടാമത് ഒരു ചോദ്യം നിങ്ങൾ ചോദിച്ചല്ലോ, WCCയുടെ നിലപാട്. അതിലേക്ക് അടുത്ത ചോദ്യമാണ്, ഇതിന്റെ ഉപചോദ്യമാണ്. അതായത് ഈ പറയുന്ന ഒരു നമ്മൾ ഏത് നിലക്കാണ് അതിനെ കാണുക? ഒരു ഈ കേസ് മലയാള സിനിമയിൽ ഉണ്ടാക്കിയുള്ള ഒരു വിച്ഛേദമോ അല്ലെങ്കിൽ എന്താണ് അതിന്? കേസ് മലയാള സിനിമയിൽ നിങ്ങൾ പറയുന്ന പോലെ കേസും ട്രേഡ് യൂണിയൻ ഒരു വിച്ഛേദത്തിൽ നിന്ന് പെട്ടെന്നൊരു അവയർനെസ് ക്രിയേറ്റഡ് ആകുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും അതിലേക്ക് വളരെ ഇപ്പോൾ ഹേമ കമ്മീഷൻ പോലെയുള്ള ഒരു കമ്മീഷൻ ഇവിടെ ഉണ്ടായി. അതിന് ആളുകൾ പോയി സംസാരിക്കാനിടയായി. പീപ്പിൾ സ്റ്റാർട്ടഡ് സ്പീക്കിംഗ്. അതൊരു വലിയ കാര്യമാണ്. ഇതിൻ്റെ സന്ദർഭത്തിലാണ് ഈ വിച്ഛേദത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വശം എന്ന് പറയുന്നത് സ്ത്രീകൾ സംസാരിക്കാൻ തുടങ്ങി എന്നുള്ളതാണ്. സ്ത്രീകൾക്ക് സംസാരിക്കാനാകുമോ എന്നുള്ളതാണ് ഒരു വലിയ എനിക്ക് ഏറ്റവും ഗംഭീരമെന്ന് തോന്നുന്ന ഒരു ലേഖനത്തിൻ്റെ തലക്കെട്ട് തന്നെ. സ്ത്രീകളെന്നല്ല, കീഴാളന് സംസാരിക്കാൻ കഴിയുമോ? ക്യാൻ ദ സബാൾട്ടൻ സ്പീക്ക്? ഗായത്രി സ്പീക്കാണ് അത് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇവർക്ക് സംസാരിക്കാൻ തുടങ്ങി. ഇവർക്ക് സംസാരിക്കാനുള്ള അവസരങ്ങൾ ഒരുങ്ങി. അത് റെക്കോർഡ് ചെയ്യപ്പെട്ടു. അത് പലപ്പോഴും അതും സംഭവിക്കാറില്ല. റെക്കോർഡ് ചെയ്യപ്പെട്ടു. ഇതെല്ലാം ഇതിൻ്റെ ഒരു വശമാണ്. മറിച്ച് ഇതിനകത്ത് വേറൊരു വലിയ സംഗതിയുണ്ട്. നമ്മൾ സ്ത്രീ സുരക്ഷയെക്കുറിച്ചൊക്കെ സംസാരിക്കുമ്പോൾ ഇതിനകത്തൊരു ക്ലാസ് ആസ്പെക്റ്റ് ഉണ്ട്. അത് ശ്രദ്ധിക്കേണ്ടതാണ്. അതായത് ഒരു ഹെയർ ഡ്രസ്സറിനുണ്ടാകുന്ന പ്രശ്നമല്ല കാരവനിലിരിക്കുന്ന ഒരു നടിക്കുണ്ടാവും. സെക്ഷുവൽ എക്സ്പ്ലോയിറ്റേഷൻ്റെ കാര്യത്തിൽ പോലും അതിനൊരു ഡിഫറൻസ് ഉണ്ട്. ഒരു മെസ്സിൽ പാത്രം കഴുകുന്ന സ്ത്രീക്കുണ്ടാകുന്ന സെക്ഷൽ എക്സ്പ്ലോയിറ്റേഷൻ്റെ പ്രശ്നം മാത്രമല്ല ഞാൻ പറഞ്ഞ ആരോഗ്യപരമായ പ്രശ്നങ്ങൾ, തൊഴിലവകാശത്തിൻ്റെ പ്രശ്നങ്ങൾ, ഇത് പാടെ ഡിഫറെൻ്റ് ആണ്. നമ്മൾ ഒരു എലീറ്റായിട്ടുള്ള, അപ്പോൾ ഈ ജെൻഡറിനകത്തുള്ള സ്പെസിഫിക് ആയിട്ടുള്ള ക്ലാസ് ഇഷ്യൂസിനെ ട്രേഡ് യൂണിയൻ അഡ്രസ്സ് ചെയ്യുന്നുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ എണ്ണമിട്ട് പറഞ്ഞ കാര്യങ്ങൾ ഫെഫ്റ്റയ്ക്കുള്ളിൽ സംഭവിക്കുന്നത്. ഇപ്പോൾ ഡ്രൈവർമാർക്ക് വനിതാ ഡ്രൈവർമാർ നേരത്തെ ഇല്ലായിരുന്നു. മേക്കപ്പ് ആർട്ടിസ്റ്റുകൾ, സ്ത്രീകൾക്ക് കാർഡുകൾ, അത് കേട്ടാൽ ഇപ്പോൾ ഉണ്ടായ മാറ്റങ്ങളാണ് ഞാൻ പറയുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഒരു സ്ത്രീകളുടേതായിട്ടുള്ള ഒരു കോർ കമ്മിറ്റി ഉണ്ട്. പിന്നെ ഇപ്പോൾ കോസ്റ്റ്യൂം ഡിസൈനേഴ്സ്, മേക്കപ്പിലും കോസ്റ്റ്യൂംസിലും നേരത്തെ സ്ത്രീകൾ ഉണ്ടായിരുന്നില്ല അല്ലേ? കുറവായിരുന്നു. ഇപ്പം സ്ത്രീകൾ മേക്കപ്പിൽ തീരെ ഉണ്ടായിരുന്നില്ല. 2014 ഒരു സുപ്രീം കോടതിയിൽ ഒരു പെൺകുട്ടിക്ക് പോകേണ്ടി വന്നു അവർക്ക് കാർഡ് കിട്ടാൻ. അപ്പോഴാണ് ഞാൻ ഐഫക്കിൻ്റെ ജനറൽ സെക്രട്ടറി ആവുന്നത്. അന്ന് ഐഫക്കിൻ്റെ ആദ്യത്തെ കമ്മിറ്റിയിൽ എടുത്തൊരു തീരുമാനമാണ് സ്ത്രീകളെ മേക്കപ്പ് ആർട്ടിസ്റ്റ് കാർഡുകൾ കൊടുക്കണം എന്നുള്ളത്. അപ്പോൾ ഇപ്പോൾ മുംബൈയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട മേക്കപ്പ് ആർട്ടിസ്റ്റുകൾ പലതും സ്ത്രീകളാണ്. പക്ഷേ ഡൗൺ സൗത്ത് മലയാളത്തിലേക്ക് വന്നപ്പോൾ വലിയ രീതിയിലുള്ള റെസിസ്റ്റൻസ് ഉണ്ടായി. അത് നമ്മൾ കണക്കിലെടുക്കേണ്ട കാര്യമാണ്. വലിയ രീതിയിലുള്ള റെസിസ്റ്റൻസ് ഉണ്ടായി. അവർക്ക് കൊടുക്കാൻ ഒരുപാട് സാങ്കേതികമായ തടസ്സങ്ങളുണ്ടെന്നാണ് പറയുന്നത്. എന്താണ് സാങ്കേതിക തടസ്സം? അപ്പോൾ ഒരു യൂണിയൻ്റെ മീറ്റിങ്ങുകളിൽ നെഗോഷിയേറ്റ് ചെയ്ത് കൺവിൻസ് ചെയ്തിട്ട് വേണം നമ്മൾ ഇതിലേക്ക് എത്തിക്കാൻ തീരുമാനം ഇപ്പോൾ ആയിട്ടുണ്ട്. ഇതുപോലെ കോസ്റ്റ്യൂം രംഗത്തേക്ക് ഒരുപാട് ആളുകൾ കടന്നു വന്നു. ഇന്ന് എനിക്കൊന്ന് പ്രധാനപ്പെട്ട കോസ്റ്റ്യൂമേഴ്സിൽ പലരും മലയാളത്തിൽ സംവിധാന രംഗത്ത് ഇപ്പൊ പുതുതായിട്ട് അനൗൺസ് ചെയ്യാൻ പോകുന്ന 2 സിനിമയും സ്ത്രീ സംവിധായകർ, പുതിയ പെൺകുട്ടികളാണ് ചെയ്യുന്നത്. സഹസംവിധായകരായിട്ട് ഒരുപാട് പേര് കടന്നു വരുന്നുണ്ട്. അപ്പോൾ ട്രേഡ് യൂണിയൻ ഈ കാര്യത്തിനകത്ത് കൃത്യമായിട്ടുള്ള നിലപാട് എടുത്തു പോകുന്നതാണ്. അപ്പോൾ അതിനകത്ത് റെസിസ്റ്റൻസ് ഇല്ലേ എന്ന് നിങ്ങൾ ചോദിച്ചാൽ റെസിസ്റ്റൻസ് ഉണ്ട്. ആ റെസിസ്റ്റൻസിനെ മറികടക്കുക എന്നുള്ളതാണല്ലോ ഒരു ട്രേഡ് യൂണിയൻ പ്രവർത്തനം എന്ന് പറയുന്നത്. ഇതിലിപ്പോൾ WCCയുടെ കാര്യം ഞാൻ പറഞ്ഞത് ഇതും വിശദീകരിക്കാനോട് ചോദിക്കരുത്. കാരണം കുറേ കാര്യങ്ങൾ കൂടിക്കൊഴിഞ്ഞ് എടുക്കുന്നതുകൊണ്ട് എനിക്ക് പൂർണ്ണമായിട്ട് ഒരുപാട് സമയത്തൊക്കെ വിശദീകരിക്കാൻ പറ്റും. പക്ഷേ ഇപ്പോൾ ഇതിനകത്തൊരു സംഘടനയുടെ നേതാവായിരുന്നു താങ്കൾ. വലിയ പവർഫുൾ ആയിട്ടുള്ള സംഘടനയുടെയാണ്. സൂപ്പർ താരങ്ങളോടൊക്കെ ചേർന്ന് നിൽക്കുന്ന എല്ലാം
കൈകാര്യം ചെയ്യാവുന്ന പദവിയുള്ള ഒരാളാണ്. പക്ഷേ WCC ഇപ്പോൾ നമ്മൾ പുറത്തുനിന്ന് നോക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം ഇതിനകത്തുള്ള ഈ വലിയ ഇൻഡസ്ട്രിയുടെ ഉള്ളുകളികളൊന്നും അറിയാത്തൊരു സാധാരണ ആളെ സംബന്ധിച്ചിടത്തോളം അവിടെ നിന്ന് സ്ത്രീകളുടേത് മാത്രമായിട്ടുള്ള ഒരു ബോഡി ഉണ്ടായിട്ട് വരുന്നു. അത് ഇത്തരം ഒരു വലിയ സംഭവത്തിന് ശേഷമാണ്. പക്ഷേ അതിൻ്റെ എതിർപക്ഷത്ത് നിൽക്കുന്ന ഒരാളായിട്ടാണ് താങ്കളെ കാണുന്നത്. അത് എനിക്ക് അറിഞ്ഞുകൂടാ എങ്ങനെയാണെന്നുള്ള കാര്യം. ആ സംഘടന വന്നപ്പോൾ അതിനെ ആദ്യം വെൽക്കം ചെയ്ത ഒരാളാണ് ഞാൻ. അന്ന് താങ്കളാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഒരു ടെലിവിഷൻ ചർച്ചയിൽ, ആ സംഘടനയുടെ തുടക്കത്തിൽ ടെലിവിഷൻ ചർച്ചയിൽ ഞാനും വിധു വിൻസെൻ്റ് സംസാരിച്ചത്. വിധു WCCയെ പ്രതിനിധീകരിച്ചു, ഞാൻ FEFCയെ പ്രതിനിധീകരിച്ചു. അന്ന് വിധു വിൻസെൻറ്റിനോട് നടത്തിയ ചർച്ചയിൽ ഞാൻ ഈ ജെൻഡറിനകത്തെ ക്ലാസ് ഇഷ്യൂസിനെ കുറിച്ച് പറഞ്ഞു. WCCയോട് എനിക്ക് ഭയങ്കരമായ ആദരവും അവരെ വെൽക്കം ചെയ്തിട്ടുള്ള ആദരവ് ഇപ്പോഴും നിലനിൽക്കുന്നു. അതേസമയം അതികഠിനമായ വിമർശനമുണ്ട്. അവരൊരിക്കലും ഞാൻ ഈ പറഞ്ഞ ക്ലാസ് ഇഷ്യൂസ് അവർ അഡ്രസ്സ് ചെയ്തിട്ടുള്ള ഉണ്ടോ? നിങ്ങൾ പറയും. ഇപ്പോൾ ഞാൻ എന്താ പറയണ്ടേ, നമ്മളുടെ ഭാഗത്തുനിന്ന് ഒരു പിന്നെ മേക്കപ്പ് ആർട്ടിസ്റ്റിന് കാർഡ് കൊടുക്കുമ്പോൾ അത് ഞങ്ങളുടെ കൂടെ പ്രവർത്തനത്തിൻ്റെ ഭാഗമാണെന്ന് അവർ പറയുന്നതിൽ എനിക്ക് സന്തോഷമുള്ളൂ. എനിക്കതിനകത്തൊന്നും എതിർപ്പൊന്നുമില്ല. യാഥാർത്ഥ്യവതാണോ എന്നുള്ളത് വേറെ ഇഷ്യൂ ആണ്. ഇതിനകത്ത് ഈ ഞാൻ പറഞ്ഞ ഒരു സംഗതി അവർ അഡ്രസ്സ് ചെയ്തിട്ടുണ്ടോ? WCC ഇടപെട്ടിട്ടുള്ള ഇഷ്യൂസ് എന്തൊക്കെയാണ്? അഭിപ്രായം പറഞ്ഞിട്ടുള്ള ഇഷ്യൂസ് എന്ന്, മൗനം പാലിച്ചിട്ടുള്ള ഇഷ്യൂസ് എന്തൊക്കെയാണ്? ചിന്തിക്കൂ നിങ്ങൾ. ഇത് FEFCയുടെ ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ ഞാനൊരു മലയാള സിനിമയിലെ സ്ത്രീകളുടെ ഒരു കൂട്ടായ്മയായിട്ട് വളരെ ഹോസ്റ്റൈലായിട്ടൊരു എക്സ്ചേഞ്ചിനൊന്നും ഞാൻ തയ്യാറാവുന്നില്ല. അത് നല്ലതുമല്ല. പക്ഷേ അത്തരത്തിലുള്ളൊരു സംവാദം എന്നെങ്കിലും സാധ്യമാകുകയാണെങ്കിൽ, FEFCA ജനറൽ സെക്രട്ടറി എന്നുള്ള പദവി ഞാൻ ഒഴിയുന്ന ഏതെങ്കിലും സാഹചര്യത്തിൽ സാധ്യമാകുകയാണെങ്കിൽ തീർച്ചയായിട്ടും പറയാൻ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ കാണും. ഈ രണ്ട് ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് ഞാൻ ആ കാര്യങ്ങൾ അവസാനിപ്പിക്കാമെന്ന് കരുതുന്നു. ഒരു ഒറ്റ കാര്യം കൂടെ, അതായത് ഇപ്പം ഇത്തരം ഒരു സംഭവത്തിന് ശേഷം ഇങ്ങനെ ഒരു സംഘടന ഉണ്ടാകുമ്പോൾ അവർക്ക് മേൽ വന്നു ചേരുന്ന ഉത്തരവാദിത്തത്തെ അവര് നേരാമണ്ണം ഈ സംഘടനയെ മുന്നോട്ട് കൊണ്ടുപോകാൻ, സംഘടനയോ കൂട്ടായ്മയോ കൊണ്ടുപോകാൻ എന്താണെന്നുള്ളത് അവരാ ശ്രമം നടത്തിയില്ല. അവര് സംഘടന ഒരു സ്വരൂപം അവർക്കുണ്ടോ, അതിന് എങ്ങനെയാണ് അവരൊരു സംഘടനയുടെ നടത്തിപ്പ്? അപ്പോൾ അവരതിന് ലാറ്ററൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പവർ എന്നോ എന്തോ പറഞ്ഞിട്ടൊരു സംഗതി ഞാൻ എവിടെയോ വായിച്ചു. എനിക്കതിനകത്തൊന്നും വ്യക്തതയില്ല. അപ്പോൾ അതിനകത്ത് ഒരു ഹൈറാർക്കി ഉണ്ടോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ല. അതിനകത്ത് എപ്രകാരമാണ് ഡെമോക്രസി പ്രവർത്തിക്കുന്നത്, എവിടെയാണ് ചർച്ചകൾ നടക്കുന്നത്, ഇത് നിങ്ങൾക്കറിയാമോ? എനിക്കറിയില്ല. താങ്കൾ ഈ പറയുന്ന കാര്യങ്ങൾ എനിക്കും വാലിഡായിട്ട് തോന്നുന്നു. എനിക്കും അറിയില്ല. അപ്പം അത് നമ്മൾ കാണുന്നത് അവരുടെ പ്രസ്താവങ്ങളാണ് സോഷ്യൽ മീഡിയയിലുള്ള. ആ പ്രസ്താവങ്ങളെ പലതിനെയും ആദരവോടെ കാണുന്ന ആളാണ് ഞാൻ. പക്ഷേ അപ്പോഴും ഞാൻ പറയുന്നത് അവരുടെ പ്രവർത്തനങ്ങളുടെ ഒരു ദിശ നമ്മൾ നോക്കുകയാണെങ്കിൽ അവർ ഇടപെട്ടിട്ടുള്ള കാര്യങ്ങളുണ്ട്, അതിലേറെ ഇടപെടാതെ ഇരുന്നിട്ടുള്ള കാര്യങ്ങളുണ്ട്. അവർ സംസാരിച്ചിട്ടുള്ള സന്ദർഭങ്ങളുണ്ട്, അതിലേറെ അവർ സംസാരിക്കാതെ ഇരുന്നിട്ടുള്ള സന്ദർഭങ്ങളുണ്ട്. ഇതിനെയൊക്കെ കാലം വിലയിരുത്തട്ടെ എന്നേ ഞാൻ പറയുന്നുള്ളൂ. പക്ഷേ തീർച്ചയായിട്ടും അത്തരത്തിലുള്ള ഒരു ഉണർവ്, അതിൻ്റെ അനുരണനങ്ങൾ തീർച്ചയായിട്ടും മലയാള സിനിമയിൽ പ്രവർത്തിക്കുന്ന എല്ലാ സ്ത്രീകൾക്കിടയിലും വന്നിട്ടുണ്ട്. അത് ഗംഭീരമായിട്ടുള്ളൊരു സംഗതിയാണ് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇപ്പോൾ മമ്മൂട്ടിയുടെ ചെറുപ്പകാലം മറ്റോ AI വഴി എന്തോ ചെയ്യുന്നു പറഞ്ഞില്ല? അതെ, ആ വാർത്ത ഞാൻ അത്തരമൊരു സിനിമയൊന്നും മമ്മൂക്കയെ വെച്ച് ആലോചിക്കുന്നില്ല. ഞാൻ ഈ അടുത്ത കാലത്ത് ഒരു ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ കോൺവൊക്കേഷൻ ചടങ്ങിൽ പോയപ്പോൾ സിനിമയുടെ മുമ്പോട്ടുള്ള പോക്കിൽ AI തുടങ്ങിയ കാര്യങ്ങൾ വഹിക്കാൻ പോകുന്ന ഒരു നിർണായകമായ പങ്കുണ്ടല്ലോ, അതിനെക്കുറിച്ച് സൂചിപ്പിച്ചപ്പോഴാണ് ഞാനത് സംസാരിച്ചത്. അപ്പോൾ ഈ ഒരു ചെറുപ്പക്കാരനായ സംവിധായകൻ അയാളുടെ ഒരു സ്ക്രിപ്റ്റ് ഈ അടുത്ത കാലത്ത് എന്നെ വായിച്ച് കേൾപ്പിച്ചു. അതിനകത്തൊരു പ്രത്യേക സന്ദർഭത്തിൽ മമ്മൂക്കയുടെ 2-3 ചെറിയ ഫ്ലീറ്റിംഗ് പ്രസൻസ് അതിനകത്തുണ്ട്. അപ്പോൾ അത് കാലം വേറെയാണ്. അപ്പോൾ ഞാൻ അയാളോട് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു, മമ്മൂക്കയ്ക്ക് ഇതറിയാം, ഞാനത് AI ജനറേറ്റ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് എന്ന് എന്നോട് പറഞ്ഞു. അത് മനസ്സ് വെച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. അങ്ങനെ ഒരു സാധ്യത വന്നു കഴിഞ്ഞാൽ ഇത്തരം കാര്യങ്ങളിൽ വളരെ ഷാർപ്പായിട്ട് മനസ്സിലാക്കുന്ന ഒരാളാണ് മമ്മൂക്ക. അപ്പോൾ അതിനോടൊപ്പം നിൽക്കുന്ന ആളുമാണ്. അപ്പോൾ തീർച്ചയായിട്ടും അത് മുമ്പോട്ടുള്ള പോകും. പക്ഷെ അതേപോലെ തന്നെ അത് ഉയർത്തുന്ന, അതായത് ടോട്ടലി നോൺ ഹ്യൂമൻ ആയിട്ടുള്ള ഒരു പാരഡൈം ക്രിയേറ്റ് ചെയ്യുന്നതിൻ്റെ ആദികൾ ഇപ്പോൾ പലരും തിരിച്ചറിയുന്നുണ്ട്. ഹോളിവുഡിൽ വലിയ സമരങ്ങളൊക്കെ നടന്നു. ഹോളിവുഡിലെ തൊഴിൽ സമരം പോലെ തന്നെ ഫിലോസഫേഴ്സ് തിരിച്ചറിയുന്നുണ്ട്, ഈവൻ ക്യാപിറ്റലിസ്റ്റുകളും തിരിച്ചറിയുന്നുണ്ട്. കാരണം ഈ എറേഷർ ടോട്ടലായിട്ട് ഹ്യൂമൻ കമ്പോണൻറ്റിനെ എറേസ് ചെയ്ത് കളയുക എന്ന് പറയുന്നത് ഒരു സിസ്റ്റത്തിനും അതിനെ അഡ്രസ്സ് ചെയ്യാനുള്ള പവറില്ലല്ലോ. കംപ്ലീറ്റ് ആയിട്ട് അതിനെ വേറെ ഒരു
സംഗതി അതിനെ ഡിക്റ്റേറ്റ് ചെയ്യാണ്. ഇപ്പോൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നുന്നത് പുതിയ മിഷൻ ഇമ്പോസിബിൾ സിനിമ ടോം ക്രൂസ്, അതിലെ വില്ലൻ ആരാണ്? ഇറ്റ്സ് എ മെഷീൻ എന്നാണ് പറയുന്നത്, മനുഷ്യനല്ല, എൻറ്റിറ്റി എന്നാണ് ആ സിനിമയിൽ ആ വില്ലനെ അഭിസംബോധന ചെയ്യുന്നത് തന്നെ എൻറ്റിറ്റി എന്നാണ്. അതെ, പക്ഷേ ഇത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നി. കാര്യം ഇതുവരെ മിഷൻ ഇമ്പോസിബിൾ സീരീസിൽ വളരെ മുമ്പിൽ നിൽക്കുന്ന ഒരു വില്ലൻ, ഹ്യൂമൻ ഈവിൾ ആണല്ലോ എപ്പോഴും അതിനകത്ത് സംഗതി എന്ന് പറയുന്നത്. അതിനെ നമ്മൾക്ക് തർക്കിക്കാമെങ്കിലും, പക്ഷെ ഇപ്പം അതല്ല, ഒരു എൻറ്റിറ്റിയോടാണ് ഇതൻ ഹണ്ടിൻ്റെ പോരാട്ടം. അപ്പോൾ അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നി. പണ്ട് നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും, സോവിയറ്റ് യൂണിയൻ തകർന്നു കഴിഞ്ഞപ്പോൾ ഹോളിവുഡ് സിനിമകളിൽ മുഴുവനും ചുഴലിക്കാറ്റും ഭൂകമ്പമൊക്കെ ആയി വില്ലന്മാർ. കാര്യം പെട്ടെന്ന് വില്ലന്മാർ നഷ്ടപ്പെട്ടു, അവർക്ക് അങ്ങോട്ട് പോകേണ്ടി വന്നു. പിന്നെയാണ് അവര് ഇറാഖ് ഇസ്ലാമിക് തീവ്രവാദത്തിലേക്ക് അവര് ഷിഫ്റ്റ് ചെയ്യുന്നത്. ഇപ്പോൾ അത് എൻറ്റിറ്റിയിലേക്ക് എത്തുന്നതാണ്. ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ശരിക്കും സിനിമ മാത്രമല്ല, പൊതുവിൽ നമ്മുടെ ക്രിയേറ്റിവിറ്റി, പക്ഷേ മനുഷ്യരുടെ ക്രിയേറ്റിവിറ്റി അതിജയിക്കാൻ വേണ്ടിയിട്ട് ഒരിക്കലും സാധിക്കില്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഇപ്പം നമുക്ക് കവിത എഴുതാനും സ്ക്രിപ്റ്റ് എഴുതാനും ലെറ്റർ എഴുതാനും ഒക്കെ AI യൂസ് ചെയ്യാം. നമുക്ക് എത്ര വന്നാലും ഇതിനകത്ത് എറർ വരുത്തുന്നതും കൂടിയാണല്ലോ പ്രതിഭ എന്ന് പറയുന്നത്. അതെ അതെ അതെ, ഒരു റൂം ഫോർ എറർ അവിടെ നമ്മൾ തെറ്റിപ്പോകുന്നു എന്നിടത്താണ് മൗലികത കിടക്കുന്നത്. കല ഉണ്ടാവുന്നത് തെറ്റലിലാണ്. ഒരു വ്യാകരണം തെറ്റുമ്പോഴാണ് വലിയ കലാരൂപം ഉണ്ടാകുന്നത്. വ്യാകരണം മാത്രം അതേപടി ആവർത്തിക്കപ്പെടുകയാണെങ്കിൽ കലയില്ലല്ലോ. അപ്പോൾ അതിനുള്ള സാധ്യത ഇതിലില്ല. അപ്പോൾ തെറ്റാനുള്ള കഴിവ് മനുഷ്യന് മാത്രമായതുകൊണ്ട് മനുഷ്യൻ സർവൈവ് ചെയ്യും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പൊളിറ്റിക്സിലും അതാണ് കേട്ടോ. ശരികൾ മാത്രമല്ല, നമ്മൾ രാഷ്ട്രീയ ശരികളെ കുറിച്ചാണ് സംസാരിക്കുന്നത്. രാഷ്ട്രീയമായിട്ട് തെറ്റണം. നമ്മൾ എററിലൂടെ മാത്രമേ നമുക്ക് രാഷ്ട്രീയ പ്രവർത്തനം ചെയ്യാൻ പറ്റുള്ളൂ. എഴുത്ത്, ഈ സിനിമയ്ക്കിടയിൽ എഴുത്തിന് വായനക്കുള്ള സമയം താങ്കൾ കണ്ടെത്തുന്ന നേരത്തെ പറഞ്ഞു, എഴുത്തിൻ്റെ ഒരു ക്വാണ്ടിറ്റി കുറഞ്ഞു എന്നൊരു തോന്നലുണ്ടോ താങ്കൾക്ക്? തീർച്ചയായിട്ടും ഉണ്ട്, മറ്റെഴുത്തുകളുടെ ക്വാണ്ടിറ്റി. പക്ഷെ അതിപ്പോൾ ഞാനിന്ന് പരിഹരിക്കാനുള്ള ശ്രമത്തിലാണ്. ഞാനിപ്പോൾ ഈ വർഷം എൻ്റെ ഇതുവരെ എഴുതിയ ലേഖനങ്ങളുടെ ഒരു സമാഹാരം പുറത്തു കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നുണ്ട്. അത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അതിൽ പല ലേഖനങ്ങൾ ഇപ്പോൾ വായിക്കുമ്പോൾ പിന്നെ അത് സാരമില്ല, ആ പീരീഡിലെ ലേഖനം എന്നുള്ള നിലയിൽ അത് നിലനിൽക്കട്ടെ. ഒപ്പം ഞാൻ നവസിദ്ധാന്തങ്ങളിൽ ഞാൻ അന്ന് പറഞ്ഞല്ലേ, അതിലെ ആ പുസ്തകം, അപനിർമ്മാണത്തിൻ്റെ പുസ്തകം കംപ്ലീറ്റ് ചെയ്യുന്നു. കൂടാതെ ഈ അടുത്ത കാലത്ത് രാജലക്ഷ്മി, ആത്മഹത്യ ചെയ്ത രാജലക്ഷ്മി ഒരു പ്രബന്ധം ഞാൻ എഴുതിയത് ഞാൻ ഇവിടെ കാലടി സർവകലാശാലയിലെ പി പവിത്രൻ്റെ യാത്രയയപ്പുമായി ബന്ധപ്പെട്ട ദേശീയ സെമിനാറിൽ ഞാനത് വായിക്കാൻ എനിക്ക് കഴിഞ്ഞു. പിന്നെ ആശാനെക്കുറിച്ചുള്ള ആശാനെ എനിക്ക് മനസ്സിലാവും. രാജലക്ഷ്മി എന്താ എഴുത്തിൻ്റെ കേന്ദ്രത്തിലേക്ക് വന്നത്? അതെങ്ങനെയാണ് അതിൻ്റെ ഒരു രാജലക്ഷ്മി വേണ്ട ഒരു രാജലക്ഷ്മി പോലൊരു നോവലിസ്റ്റ്, അതെ, അത് വേണ്ട രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമാണ്. അത് KP അപ്പനും രാജകൃഷ്ണനും ഒക്കെ പ്രത്യേക രീതിയിലാണ് അത് വായിക്കുന്നത്, അവരുടെ വിഷാദ രോഗം എന്നുള്ളത്. പക്ഷെ ഒരു സ്ത്രീ എഴുത്തുകാരി, അവർ ആത്മഹത്യ ചെയ്യുന്നു. ആത്മഹത്യ ചെയ്യുക മാത്രമല്ല, അവർ പ്രസിദ്ധീകരിച്ചുകൊണ്ടിരുന്ന ഒരു നോവല് തിരിച്ച് വാങ്ങിക്കുക, പ്രസിദ്ധീകരണം നിർത്തി വാങ്ങിക്കുക, എന്നിട്ട് കത്തിച്ചു തുടങ്ങുന്നത് ആ നോവൽ. ഇതിനൊക്കെ വലിയ രീതിയിലുള്ള സിഗ്നിഫിക്കൻസ് ഉണ്ട്, നമ്മുടെ സാഹിത്യ ചരിത്രത്തിലുണ്ട്. പൊളിറ്റിക്കലി അത് ഭയങ്കര സിഗ്നിഫിക്കൻ്റ് ആണ്. അപ്പം ഞാൻ ഓർത്തു, കുറേ നാളായിട്ട് ഞാൻ ചിന്തിക്കുന്നു അവരെ കാര്യമായിട്ട് ഒന്ന് വായിക്കണം എന്നുള്ളത്, കാര്യമായിട്ട് അവരുടെ ഡീറ്റെയിൽ. അത്തരത്തിൽ ഞാൻ കോവിഡ് കാലത്ത് അവരെ പിന്നെയും ആവർത്തിച്ച് വായിച്ചു. അതിൽ നിന്നാണ് ഈ ലേഖനം ഉണ്ടായത്. നമ്മുടെ ഈ സിനിമ പല പുറത്തുള്ള സിനിമകൾ കാണുമ്പോഴും അല്ല അതേപ്പറ്റി വായിക്കുമ്പോഴൊക്കെ അതാതിടങ്ങളിലെ വലിയ ലിറ്ററേച്ചർ ഫിഗേഴ്സിൻ്റെ ജീവിതത്തിലെ ചില സന്ദർഭങ്ങളെങ്കിലും സിനിമാറ്റിക് ആയിട്ട് കണ്ടിട്ട് സിനിമ വരിക എന്നത് ഉദാഹരണം പെട്ടെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ എങ്കിലും ഇപ്പം ഒരുപാട് ആളുകൾ അങ്ങനെ ഷേക്സ്പിയറിനെ പറ്റി സമീപത്തെ നോവൽ തന്നെയും വന്നു. ഈ റീപ്രൊഡക്ഷൻ അത് പക്ഷേ നമ്മുടെ നാട്ടിൽ അങ്ങനെ ഇതുപോലുള്ള വലിയ അത്ഭുതകരമായിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുള്ള, അല്ലെങ്കിൽ ശ്രദ്ധേയമായിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുള്ള കാര്യങ്ങൾ സിനിമയായിട്ട് ഇപ്പോൾ ചങ്ങമ്പുഴയാണെങ്കിലും കുമാരനാശാനാണെങ്കിലും രാജലക്ഷ്മി ആണെങ്കിലും ഒക്കെ വളരെ ഡ്രമാറ്റിക് ആയിട്ടുള്ള ലൈഫുള്ള മനുഷ്യർ കൂടിയാണല്ലോ. അതുണ്ടാകാത്തതിൻ്റെ കാരണം എന്തായിരുന്നു? നമ്മൾ പറയുമ്പോൾ നമ്മൾ വലിയ ലിറ്ററേച്ചർ ഫ്രണ്ട്ലി ആയിട്ടൊരു സൊസൈറ്റിയാണ്. സിനിമ നമ്മുടെ പ്രധാനപ്പെട്ട, എനിക്ക് തോന്നുന്നു അത്തരത്തിലുള്ള ഒരു എൻഗേജ്മെന്റ് ഉള്ള എഴുത്തുകാർ വളരെ കുറവാണെന്ന് തോന്നുന്നു. ഇപ്പോൾ അവരെല്ലാം വായിച്ചു കാണും. ഇത് രാജലക്ഷ്മി വായിക്കാത്ത എഴുത്തുകാരുണ്ടാവില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. വായിച്ചു കാണാം. പക്ഷേ ആ
അവരുടെ ലൈഫിലൂടെയും ഇത്തരം സംഗതികളിലൂടെയും ട്രാവൽ ചെയ്ത് നമ്മൾ അതിനകത്തുനിന്നൊരു സന്ദർഭം എടുത്ത് നമ്മളൊരു തിരക്കഥ സിനിമ ചെയ്യുകയാണെങ്കിൽ അതിന് ഗംഭീരമായ റിസർച്ചും ഭയങ്കരമായിട്ടുള്ള ഒരു പേഷ്യൻസും കമ്മിറ്റ്മെൻറ്റും വേണമല്ലോ. അത് എനിക്ക് തോന്നുന്നില്ല അത്തരത്തിലുള്ള എൻഗേജ്മെൻറ്റ് ഉണ്ടാവാത്തത്. അത് എന്തുകൊണ്ടാണെന്നുള്ളത് ചിന്തിക്കേണ്ടതാണ് കേട്ടോ. അത് നിങ്ങൾ ചോദിച്ചപ്പോഴാണ് ഞാനത് ആലോചിക്കുന്നത്. അത് എന്തുകൊണ്ടാണെന്ന് ചിന്തിക്കണം. എന്തിന് ഇത്ര ഗംഭീരമായിട്ടുള്ള ഒരു ജീവിത സന്ദർഭവും അല്ലെങ്കിൽ ജീവിതം അവസാനിപ്പിച്ച ഒരു സ്ത്രീ എഴുത്തുകാരിയെ വേണ്ടമണ്ണം എന്തുകൊണ്ട് നമ്മുടെ വിമർശനം കണ്ടെടുത്തില്ല? എന്തുകൊണ്ട് ശ്രദ്ധിച്ചില്ല? അതിനെ ഒഴുക്കൻ മട്ടിൽ അവർക്ക് വിഷാദരോഗമാണ് എന്ന് പറഞ്ഞ് പോവുകയല്ലേ ചെയ്തത്. മാത്രമല്ല ഞാൻ അത്ഭുതപ്പെട്ടു പോയത് പിന്നെയും പിന്നെയും വായിക്കുമ്പോൾ രാജകൃഷ്ണൻ സാറ്, അദ്ദേഹം വളരെയധികം ബഹുമാനിക്കുന്ന നിരൂപകനാണ്. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇംഗ്ലീഷിലെ അധ്യാപനായിരുന്നു അദ്ദേഹം. ഞാൻ BA അവിടെ യൂണിവേഴ്സിറ്റി കോളേജ് പഠിക്കും. B രാജകൃഷ്ണൻ. അദ്ദേഹം പറയുന്നത് രാജലക്ഷ്മിയുടെ എഴുത്തുകളെ നമ്മൾ മാനിക്കുന്ന എഴുത്തുകളുടെ മെറിറ്റിലല്ല, അത് പ്രകടിപ്പിച്ച വാഗ്ദാനത്തിലാണെന്നാണ്. ഇവർ കുറച്ചുകൂടി ജീവിച്ചിരുന്ന നല്ല കൃതികൾ കിട്ടിയേനെ ആ വാഗ്ദാനത്തിന്റെ സൂചനയിലാണ് നമ്മൾ അവരെ മാനിക്കുന്നതെന്ന് പറയുന്നത് എന്ത് തരത്തിലുള്ള ഒരു വിമർശന ധാർഷ്ട്യമാണെന്നുള്ളത് നമ്മൾ അപ്പോൾ അപ്പോൾ അവിടെ നിന്നാണ് ഈ വാഗ്ദാനം, പ്രോമിസ് എന്ന് പറയുന്ന ഒരു സംഗതിയെക്കുറിച്ച് ഞാൻ ചിന്തിച്ചത്. അപ്പം എനിക്ക് തോന്നി എല്ലാ കൃതികളും മുന്നോട്ട് വയ്ക്കുന്നത് വാഗ്ദാനമാണ്. വാഗ്ദാനം പൂർണ്ണമായി പാലിച്ച ഏത് കൃതിയാണ് ഉള്ളത്? വരാനിരിക്കുന്ന മഹത്വത്തെ കുറിച്ചുള്ള വാഗ്ദാനമാണ് എഴുതിയത് ഓരോ കൃതിയും എന്ന് തോന്നുന്നു. അപ്പോൾ വരാനിരിക്കുന്ന ഒരു വിപ്ലവത്തെക്കുറിച്ചുള്ള വാഗ്ദാനമാണ് രാഷ്ട്രീയ പ്രവർത്തനം. വരാനിരിക്കുന്ന സമത്വത്തെക്കുറിച്ചുള്ള വാഗ്ദാനമാണ് രാഷ്ട്രീയ പ്രവർത്തനം, അല്ലേ? അപ്പോൾ ഒരു വാഗ്ദാനം പൂർണ്ണമായും പാലിച്ച കുമാരനാശാൻ അദ്ദേഹത്തിന്റെ വാഗ്ദാനം പൂർണ്ണമായും പാലിച്ചു. അപ്പോൾ എഴുത്ത് നിന്നു, ആ വായന നിന്നു, ക്ലോസ്ഡ് ആയി. അപ്പോൾ അത് ശ്രദ്ധിക്കേണ്ട ഒരു സംഗതി. എനിക്ക് രാഷ്ട്രീയ ചോദ്യങ്ങളൂടെ ഉണ്ട് നമ്മുടെ സമകാലിക രാഷ്ട്രീയത്തെക്കുറിച്ച്. അതിനു മുമ്പ് കുമാരനാശാൻ ഒരു 50 വർഷം 5 പതിറ്റാണ്ടോളം മാത്രമേ ജീവിച്ചുള്ളൂ. പക്ഷേ ഇപ്പോഴും ഈ കഴിഞ്ഞ ദിവസം പോലും ബാലചന്ദ്രൻ ചുള്ളിക്കാരൻ്റെ ആ പ്രസംഗവുമായിട്ട് ചേർത്തിട്ടാണ് വലിയ ചർച്ചകളുണ്ടായത്. കുമാരനാശാൻ ഏത് നിലക്കാണ് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എഴുത്തുകാരനോ അല്ലെങ്കിൽ ഒരു വ്യക്തിയോ ആകുന്നത്? അദ്ദേഹത്തിൻ്റെ സംഘടനാ പ്രവർത്തനം പോലും അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തെ ഏറ്റവും വലിയ കവിയാണ്, മലയാളം കണ്ട എക്കാലത്തെയും ഏറ്റവും വലിയ കവിയാണ് കുമാരനാശാൻ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. 2, സാഹിത്യകാരൻ എന്ന് പറയുന്നത് ഒരു ലോണറല്ല, ഒരു ഡ്രീമറല്ല, സംഘടനാ പ്രവർത്തനം നടത്തിയിട്ടുള്ള ആളാണ് കുമാരനാശാൻ. ഗുരുവിൻ്റെ തത്വങ്ങൾ, ഗുരുവിൻ്റെ വിശ്വാസ പ്രമാണങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ഉച്ചനീചത്വങ്ങൾക്കെതിരെ സംഘടനാ പ്രവർത്തനം നടത്തിയിട്ടുള്ള ആളാണ് കുമാരനാശാൻ. കുമാരനാശാൻ ഇതുകൊണ്ടെല്ലാം അദ്ദേഹം നടത്തിയ സംഘടനാ പ്രവർത്തനമോ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയമോ കുറ്റമറ്റതാണ് എന്ന് നമ്മൾ പറയുന്നില്ല. ഇപ്പോൾ ദുരവസ്ഥ പോലെ ഒരു സംഗതിക്ക് ഒരു കവിത എടുക്കുകയാണെങ്കിൽ അതിനകത്ത് എപ്രകാരമാണ് അദ്ദേഹം മുസ്ലിം അപരത്തെ ചിത്രീകരിച്ചത്? ക്രൂര മുഹമ്മദീയർ. അപ്പോൾ അതൊരു ഹിസ്റ്റോറിക്കൽ കോണ്ടെക്സ്റ്റ് ഉണ്ട് അതിന്. ആ ഹിസ്റ്റോറിക്കൽ കോണ്ടെക്സ്റ്റ് മാത്രമല്ല, നമ്മളുടെ നവോത്ഥാനത്തിനകത്ത് ഈ കേരളത്തിൻ്റെ ഇപ്പോൾ പറയുന്ന നവോത്ഥാനം എന്ന് പറയുന്നതും ഒരു ഏകശിലാരൂപമായിട്ടുള്ള എന്തോ ഒരു സംഗതിയായിട്ടാണ് ഇപ്പോൾ സെലിബ്രേറ്റ് ചെയ്യുന്നത്. പക്ഷെ അതിനകത്ത് എത്ര അടരുകളുണ്ട്, പരസ്പരം പോരടിക്കുന്ന. നമ്മുടെ കൊളോണിയൽ മോഡേണിറ്റി എന്ന് പറയുന്ന, കൊളോണിയൽ ആധുനികത എന്ന് പറയുന്നത്, അവിടെയാണ് നമ്മൾ ഈ നമ്മുടേതായിട്ടുള്ള ഒരു സെക്യുലർ സങ്കല്പങ്ങളൊക്കെ ഉരുത്തിരിഞ്ഞു വരുന്നത്. അത് എത്രത്തോളം അപരവൽക്കരണം നടത്തിയിട്ടുണ്ട് എന്നുള്ളത് പഠിക്കപ്പെടേണ്ടതാണ്. അപ്പോൾ അത്തരത്തിലുള്ള സങ്കീർണതകളൊക്കെ ആശാനിലുണ്ട്. പക്ഷെ ആശാൻ്റെ കവിതകളും എഴുത്തും ഇതിനെ ഭയങ്കരമായി മറികടന്നു പോകുന്ന സഹജമായിട്ടുള്ള ഒരു സ്ഫോടനശേഷി അതിനുണ്ട് ആശാൻ്റെ കവിതകൾക്ക്. ഇപ്പോൾ നളിനിയിൽ ആഴമമ്പോട് അതിസാന്ത്വമൂതുമെൻ തോഴിമാരെയും ഒഴിച്ചു ഞാൻ പരം വാഴും ഔഷധമകറ്റി ആശ്രമം പാഴിലായി എഴും അസാധ്യ രോഗികൾ എന്നാണ് ആശാൻ എഴുതിയിരിക്കുന്നത്. നളിനി ദിവാകരൻ പിരിഞ്ഞതിൽ പിന്നെ തോഴിമാരെ മുഴുവൻ ഒഴിച്ച് എൻ്റെ ഈ ഇതിനകത്ത് ഏത് ഔഷധം തന്നാലും വാഴും ഔഷധമകറ്റി ആ ദുഃഖ തീവ്രതയിൽ നിലനിന്നു എന്നതാണ് ആ വരികൾ കാണിക്കുന്നത്. പക്ഷെ ഈ അസാധ്യ രോഗികൾ എന്ന പ്രയോഗം അതൊരു വല്ലാത്ത പ്രയോഗമാണ്. എന്താ ഒരു അധ്യാപകൻ എങ്ങനെ പഠിപ്പിക്കുന്നത് ക്ലാസ്സിൽ? അത് എൻ്റെ ലേഖനത്തെ തലക്കെട്ട് അസാധ്യ രോഗികൾ എന്നാണ്. ശരി. രാഗം എങ്ങനെ രോഗമാകുന്നു എന്ന് ആശാനെ പോലെ പറഞ്ഞ ആളുകൾ ഇല്ല. അതുപോലെ കുമാരനാശാനിൽ ഞാൻ കാണുന്ന ഏറ്റവും എന്നെ ഇപ്പോൾ ഇൻട്രസ്റ്റ് ചെയ്യുന്ന ഒരു വിഷയം, ഞാനത് നിങ്ങളോട് പറയുകയാണ്. നമ്മൾ ഇത്രയും
സംസാരിച്ചതുകൊണ്ട് പറയുകയാണ്. ഇനി അങ്ങോട്ടുള്ള എനിക്ക് എഴുതണമെന്നും എനിക്ക് കാര്യമായിട്ട് ഞാനിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം ഈ ബോഡി, ശരീരം എങ്ങനെയാണ് കേരളത്തിൽ ആധുനികമായ ഒരു ശരീരം രൂപപ്പെട്ടത് എന്നുള്ളതിനെക്കുറിച്ചാണ് ഞാൻ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്, സാഹിത്യത്തിൽ മാത്രമല്ല നിയമത്തിലൂടെ ഞാൻ ഒരുപാട് വിധിന്യായങ്ങൾ വായിക്കുന്നുണ്ട്, കൊളോണിയൽ പീരീഡ് മുതൽ ഇപ്പോൾ വരെയുള്ള. അതുപോലെ തന്നെയുള്ള പല വ്യവഹാരങ്ങളിലും എങ്ങനെയാണ് ഒരു ആധുനിക ശരീരം രൂപപ്പെട്ടത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഗതി. കാര്യം എന്താണെന്നറിയോ, ടച്ച് ചെയ്യുക, തൊടുക എന്നുള്ളതായിരുന്നു ഏറ്റവും വലിയ രാഷ്ട്രീയ പ്രവൃത്തി. അയ്യങ്കാളി ചെയ്ത അതാണ്, പന്തിഭോജനം. ആലോചിച്ച് നോക്കൂ, ഗാന്ധിജി എന്താ ചെയ്തത്? ആളുകളെ തൊടുക ചെയ്തത്. തൊട്ടുകൂടായ്മയല്ല, ശരീരത്തെ തൊടുന്നതാണ് ഏറ്റവും വലിയ രാഷ്ട്രീയ പ്രവർത്തനം. ഒരു ആ തൊടലിലൂടെ ഒരു ശരീരം ഉണ്ടാകുക. നിങ്ങൾ വേറൊരാളെ സ്പർശിക്കുമ്പോൾ ഒരു ശരീരത്തെ അല്ല നിങ്ങൾ സ്പർശിക്കുന്നത്, നിങ്ങൾ സ്പർശിക്കുന്നതിലൂടെ നിങ്ങളൊരു ശരീരത്തെ ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് ഏറ്റവും ഗംഭീരമായിട്ട് ചെയ്ത ആളാണ് ക്രൈസ്റ്റ്. തൊടലിലൂടെയാണ് അദ്ദേഹം ഹീൽ ചെയ്തുകൊണ്ടിരുന്നത്, രോഗശാന്തി ചെയ്തു. പക്ഷെ അദ്ദേഹം ഉയർത്തെഴുന്നേറ്റപ്പോൾ അദ്ദേഹം മറിയോട് എന്താ പറഞ്ഞത്? ടച്ച് മീ നോട്ട് എന്നാണ് പറഞ്ഞത്, എന്നെ തുടരുതെന്നാണ് പറഞ്ഞത്. കാരണം അതൊരു സ്പെക്ട്രൽ ബോഡിയായിട്ട് മാറുക. അപ്പം ഇത്തരത്തിലുള്ള തൊടലിൻ്റെ ഒരു രാഷ്ട്രീയത്തെക്കുറിച്ച് ഞാൻ ആലോചിക്കാറുണ്ട്. അപ്പം ഈ ഉടൽ, ശരീരം എന്നുള്ളതിനെ മലയാളത്തിൽ ഏറ്റവും ഗംഭീരമായിട്ട് അഭിസംബോധന ചെയ്തിട്ടുള്ള, അതിൻ്റെ സങ്കീർണതകൾ അറിഞ്ഞിട്ടുള്ള ആൾ കുമാരനാശാനാണ്. കാരണം ഈ ശരീരത്തെ മറികടന്ന് പോകണം, ഈ ശരീരം എന്ന് പറയുന്നത് വലിയ കുഴപ്പം പിടിച്ച സംഗതിയാണെന്ന് പറഞ്ഞ ആളാണ് ഗുരു. ഗുരുവിനെ നമ്മൾ നാരായണ ഗുരുവിനെയാണ് ഇദ്ദേഹത്തോടൊപ്പം നമ്മൾ ഏറ്റവും ഗംഭീരമായിട്ട് വായിക്കുന്നത്. ഞാനിപ്പോൾ ആവർത്തിച്ച് വായിച്ചുകൊണ്ടിരിക്കുന്നത് നാരായണ ഗുരുവിനെയാണ്. നാരായണ ഗുരു ശരീരത്തെ വലിയ ഹസാർഡായിട്ടാണ് കണ്ടത്. ഒരു മുമ്പോട്ടുള്ള പോക്കിൽ വലിയ കുഴപ്പം പിടിച്ചൊരു സംഗതിയായിട്ടാണ് ശരീരത്തെ കണ്ടത്. ഇദ്ദേഹത്തിൻ്റെ ശിഷ്യനാണ് കുമാരനാശാൻ. പക്ഷെ അദ്ദേഹത്തിൻ്റെ കവിതകളിൽ ഈ ശരീരത്തിൻ്റെ ഗംഭീരമായ തിരിച്ചുവരവുകളാണ് നമ്മൾ കാണുന്നത്. ലീലയിൽ തന്നെ ലീല മദനനും വെള്ളത്താട്ടത്ത് ചാടി മരിക്കുകയാണല്ലോ. മദനൻ അതിലേക്ക് കൂപ്പുകുത്തുന്നു, ലീല പുറകെ പോകുന്നു. അപ്പം മാധവി ബോധം കെട്ട് വീഴുകയാണ്. തോഴി മദനനും പോയി, ലീലയും പോയി, മാധവി ബോധം കെട്ട് വീഴുന്നു. മാധവി മോഹാലസ്യപ്പെട്ട് വീഴുന്ന മാധവിയുടെ മുമ്പിൽ രണ്ട് ശരീരങ്ങൾ, നനഞ്ഞ ശരീരങ്ങൾ ഉയർന്നു പൊങ്ങി എന്നാണ് പറയുന്നത്. ഈ വെള്ളത്തിൻ്റെ അടിയിൽ നിന്നും ഉയർന്നു പൊങ്ങുകയാണ്. അത് എങ്ങനെയാണ് ആശാൻ എഴുതിയിരിക്കുന്നത്? ജൃംഭിച്ചു മുമ്പിൽ നിന്നാണ്. ജൃംഭിക്കുക എന്ന് പറയുന്ന വെർബാണ് ഉപയോഗിച്ചിരിക്കുന്നത്. എന്തൊരു പവർഫുൾ ആയിട്ടുള്ള വെർബാണെന്ന് അറിയിക്കുക. ജൃംഭിച്ചു മുമ്പിൽ, അതിന്റെ ഇറക്ഷൻ ആലോചിച്ച് നോക്കൂ. രണ്ട് ബോഡികൾ ഇറക്റ്റ് ചെയ്യപ്പെടുകയാണ്. നിങ്ങൾ സിക്താംഗർ അതീവ സുന്ദരർ എന്നാണ്. യുവ സ്ത്രീ പുംസ ചിഹ്നം. അത് സാധാരണ പ്രയോഗമല്ല. അത് യുവ സ്ത്രീ പുംസ ചിഹ്നം. ചിഹ്നം എന്നാണ് ഉപയോഗിക്കുന്നത്, സൈൻ. ഇപ്പൊ നമ്മൾ പറയുന്ന സിബിയോട്ടിക്സിലെ സൈനാണ്. പുരുഷ സ്ത്രീ ചിഹ്നം. എന്തുമാതിരിയുള്ള ജെൻഡർ പൊളിറ്റിക്സ് ആണ് അതിനകത്തുള്ള വരികൾ കേൾക്കുമ്പോൾ കേശനായ ലസിതസ്മിതനായ ചന്ദ്രികാഭസിതസ്നായ സുസിതാംബരനായി വൃദ്ധനായി. അതൊക്കെ വായിക്കുമ്പോൾ തന്നെ ഒരു ഭയങ്കര, നമ്മൾ പിന്നീടും ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു അങ്ങനെ നമ്മൾ മലയാളം, അതുകൊണ്ട് നമ്മൾ ആശാനെ പറ്റി പറഞ്ഞാൽ നമ്മൾ പറഞ്ഞുകൊണ്ടേയിരിക്കും. അവസാനമായിട്ട് ഈ പൊളിറ്റിക്സിലേക്ക് വന്നാൽ ഇപ്പം ഈ തൊടലിനെ പറ്റി പറഞ്ഞപ്പോഴാണ്, അതായത് നമ്മുടെ നാട്ടിൽ നേരത്തെ പോയിരുന്ന ചില കാര്യങ്ങൾ തിരിച്ചു വരുന്നു. വല്ലാത്ത തോതിൽ മനുഷ്യർ തമ്മിൽ പ്രശ്നം ഉണ്ടാകുന്നു. മതവും ജാതിയൊക്കെ കൂടുതൽ. എൻ്റെ ഒരു തിയറി, കോവിഡ് കാലത്ത് നമ്മൾ പ്രത്യേക ആനന്ദം അനുഭവിച്ചിരുന്നു എന്നാണ്. ഈ തൊടാതിരിക്കുന്നുണ്ട്. കാര്യം ശരീരത്തിൻ്റെ ശുദ്ധി വീണ്ടെടുത്ത ഒരു സമയമാണത്. ചുംബനങ്ങൾ പാടില്ലല്ലോ, ആശ്ലേഷങ്ങൾ പാടില്ലല്ലോ, അന്യനെ തൊടാൻ പറ്റില്ലല്ലോ. അപ്പോൾ നമുക്ക് അത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കി. നമ്മൾ വീടിനകത്തിരുന്നു എന്ന് പറയുമ്പോൾ പോലും രഹസ്യമായിട്ടുള്ള ഒരു ആനന്ദം അതിനകത്ത് ഉണ്ടായിരുന്നു. കാര്യം ഈ ശരീരത്തിൻ്റെ ഒരു സാങ്ക്ടിറ്റി തൊട്ടിനെ കുറിച്ചിട്ടുള്ള ഒരു സംഭവം ഉണ്ടല്ലോ, അത് ഭയങ്കര ഗംഭീരമായിട്ട് തിരിച്ചു കൊണ്ടുവരാൻ കോവിഡിലെ വ്യവഹാരത്തിന് പറ്റി. അതിൽ ഈ ബ്രാഹ്മണിക്കൽ ഹിന്ദുത്വ രാഷ്ട്രീയം എന്നൊക്കെ നമ്മളിപ്പോൾ പറയുന്ന ഈ രാഷ്ട്രീയത്തിനുള്ള പവർ ഉള്ളത് ഇപ്പോൾ അത് കേരളത്തെയും വല്ലാത്ത തോതിൽ മോശമായിട്ട് ബാധിക്കും, അതിന് കീഴടങ്ങി പോകും നമ്മൾ എന്നൊരു തോന്നൽ താങ്കൾക്ക്? മാറ്റങ്ങൾ ഒരുപാടുണ്ടായിട്ടുണ്ട്.
വർഗീയ ധ്രുവീകരണം എല്ലായിടത്തും ഉണ്ടാകുന്നുണ്ട്. വല്ലാത്ത രീതിയിൽ അതിനെക്കുറിച്ച്, ആ ഐഡൻറ്റിറ്റിയെക്കുറിച്ച് ആളുകൾ ബോധവാന്മാർ മാത്രമല്ല, അതിൽ അഭിരമിക്കുകയും ചെയ്യുന്നുണ്ട്, സെലിബ്രേറ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ സിനിമയിലൊക്കെ നേരത്തെ ഞാൻ കണ്ടിട്ടില്ല ഇങ്ങനെ ഒരു സിനിമാക്കാരെല്ലാം വന്നിട്ട് ഈ ഒരു പൊളിറ്റിക്സിന് ഒരു ഇസ്ലാം വിരുദ്ധമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു പ്രത്യേക മതത്തിനെതിരായിട്ടുള്ള രാഷ്ട്രീയമാണെന്ന് തിരിച്ചറിയുമ്പോൾ തന്നെ നമ്മുടെ താരങ്ങളൊക്കെ വന്ന്, ഞാൻ പേരെടുത്തൊന്നും അല്ല, പറയില്ല, അത് ഈ ഇപ്പം ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ഇന്ത്യയിലെ പൊതു അവസ്ഥയെക്കുറിച്ച് നിങ്ങൾക്കറിയാം. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ഇതിനെ ഐഡൻറ്റിറ്റി പൊളിറ്റിക്സ് എന്നൊന്നും അല്ല വിളിക്കേണ്ടത് കേട്ടോ. ഐഡൻറ്റിറ്റി പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ വേറൊരു സംഗതിയാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു പാരഡൈം ഇപ്പോൾ രൂപപ്പെട്ടിരിക്കുന്നു എന്നുള്ളതിനകത്ത് ഒരു സംശയമില്ല. പിന്നെ സ്റ്റേറ്റ് മെഷീനറീസ് എല്ലാം ആ രീതിയിലേക്ക് കൺവെർട്ട് ചെയ്യപ്പെടുകയാണ്. അപ്പോൾ അത് തീർച്ചയായിട്ടും നമ്മുടെ രാഷ്ട്രത്തെ സംബന്ധിച്ചിടത്തോളം, നമ്മുടെ ദേശീയതയെ സംബന്ധിച്ച്, നമ്മുടെ ഇന്ത്യ എന്ന നേഷനെ സംബന്ധിച്ചിടത്തോളം ഒരു ഐഡിയോളജിക്കൽ, ഇപ്പോൾ അതിൻ്റെ അകത്ത് എന്ത് സെലിബ്രേഷൻ നടന്നാലും ഒരു ഐഡിയോളജിക്കൽ ക്രൈസിസ് അത് ക്രിയേറ്റ് ചെയ്യും. അതിന് യാതൊരു സംശയമില്ല. ആ ക്രൈസിസിൽ നിന്നായിരിക്കും ഇനി വരാനിരിക്കുന്ന ഒരു ജനാധിപത്യം ഉണ്ടാകുന്നതെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പോൾ സലീഷുമായി കഴിഞ്ഞ ദിവസം ഞാൻ റൊമീല ഥാപ്പറും സ്പീവക്കും തമ്മിൽ നടത്തി, അത് നിങ്ങൾ മസ്റ്റായിട്ട് വായിക്കണം, ദ ഐഡിയ ഓഫ് എ നേഷൻ. അവർ തമ്മിലുള്ള സംസാരമുണ്ട്, റൊമീല ഥാപ്പറും ഗായത്രി സ്പീവക്കും തമ്മിൽ. ഞാനത് വായിക്കുകയായിരുന്നു. അത് വായിക്കുമ്പോൾ നമുക്ക് അതിനകത്ത് ഈ ഒരു സ്വാതന്ത്ര്യത്തിന് മുമ്പുള്ള ഇന്ത്യയിലൂടെ ജീവിച്ചു വന്ന രണ്ട് വലിയ ചിന്തകർ, സ്ത്രീ ചിന്തകർ, അവരുടെ വ്യത്യസ്തമായ രണ്ട് ജീവിതങ്ങളെ നേഷൻ്റെ ഐഡൻറ്റിറ്റി എങ്ങനെ പരുവപ്പെട്ടു എന്നുള്ളതിനൊപ്പം അവർ ട്രാവൽ ചെയ്യുക. എന്നിട്ട് ആ ഐഡൻറ്റിറ്റിക്ക് ഇപ്പോൾ വരുന്ന പരിണാമങ്ങൾ എന്താണെന്നുള്ളത് അവർ ചിന്തിക്കുകയാണ് ചെയ്യുന്നത്. ഇത് നമ്മൾ ചിന്തിക്കേണ്ടതാണ്. നമ്മുടെ ഈ നാഷണൽ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നതിന് കൃത്യമായ ചരിത്രമുണ്ട്. പോരടിച്ച് നിന്ന് അന്യരാജ്യങ്ങളെന്ന് സ്വയം കൽപ്പിച്ചിരുന്ന നാട്ടുരാജ്യങ്ങൾ എല്ലാം കൂടി ചേർന്ന് ഒരു ദേശീയത പരുവപ്പെടുകയാണല്ലോ നമ്മൾ ചെയ്യുന്നത്. ഒരു ഇമാജിൻഡ് കമ്മ്യൂണിറ്റി ആണല്ലോ ഇതെന്ന് പറയുന്നത്. അപ്പോൾ അതിന് വരുന്ന ക്രൈസിസ് എന്ന് പറയുന്നത്, അതിലെനിക്ക് ഒരു വാദമുള്ളത്, ആ ക്രൈസിസിൻ്റെ ബീജങ്ങളുണ്ടല്ലോ, വിത്തുകൾ അതിൽ ഇൻഗ്രെയിൻഡ് ആയിരുന്നു അതവിടെ എന്നും ഉണ്ടായിരുന്നു. അത് ഒരുപക്ഷെ നമ്മളുടെ ഈ നേഷൻ കൺസ്ട്രക്ട് ചെയ്യപ്പെട്ടതിൽ അഡ്രസ്സ് ചെയ്യാതെ പോയ വൈരുദ്ധ്യങ്ങളാണ്. അതിപ്പോൾ വളർന്നു, അത് തീർച്ചയായിട്ടും വളർന്നു വന്നേ പറ്റുള്ളൂ. അതൊരു ക്രൈസിസ് ക്രിയേറ്റ് ചെയ്യും, അതിനകത്ത് നമ്മൾ എമർജ് ചെയ്യും. അതായിരിക്കും ഭാവി. ഇപ്പോൾ ഇടതുപക്ഷത്തോടുള്ള ബന്ധം, പ്രത്യേകിച്ച് CPM-നോടുള്ള ബന്ധം, എനിക്ക് ഓർമ്മയുണ്ട് VS പിണറായി തർക്കമൊക്കെ ഉണ്ടായിരുന്ന കാലത്ത്, ഞാൻ ഇന്ത്യ വിഷനിലൊക്കെ ഉണ്ടായിരുന്ന കാലത്ത്, അപ്പോൾ പോലും താങ്കൾ പിണറായിക്കാരനായിരുന്നു. പിണറായിയോട് സവിശേഷമായൊരു ബന്ധമുണ്ട് അല്ലേ? രണ്ടുമൂന്ന് ക്ലാരിഫിക്കേഷൻ ഉണ്ട്. ഞാൻ ഒരിക്കലും ഒരു CPM പറഞ്ഞിട്ടില്ല. ഞാനൊരു CPM കാരനാണ് എന്ന് ഞാൻ പറയാം. പാർട്ടി മെമ്പർഷിപ്പ് ഒന്നുമില്ല എനിക്ക്. പിന്നെ കൃത്യമായ നിലപാടെടുത്തിട്ടുണ്ട്. ഇടതുപക്ഷ സർക്കാരിൻ്റെ കാലത്ത് ഒരു ഔദ്യോഗിക സ്ഥാനങ്ങളിലും നിങ്ങൾക്ക് എന്നെ കാണാൻ സാധിക്കില്ല. തമാശ പറയാം, ആദ്യത്തെ പിണറായി വിജയൻ സർക്കാർ വന്ന കാലം മുതൽ ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ കേരളത്തിൽ നവമാർക്സിസ്റ്റുകളുടെ കാലമാണ്. നമ്മൾ സാധാരണ നവമാർക്സിസ്റ്റുകൾ എന്ന് പറയുന്നത് ഞങ്ങളൊരു പ്രത്യേക ചിന്ത സ്കൂളിൻ്റെ ആയിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പം അതല്ല. ഇപ്പം എല്ലാവരും പഴയ SFIക്കാരാണ്. ഈ അധികാരം വന്നപ്പോൾ എല്ലാവരും പഴയ SFIക്കാരും പഴയ വിപ്ലവ പ്രവർത്തകരാണ്. എല്ലാവർക്കും പെട്ടെന്ന് ഭൂതകാലം ഉണ്ടാകുക ചെയ്യുന്നത്. ഇപ്പം ഞാൻ അങ്ങനെ ഒരു നവമാർക്സിസ്റ്റ് ഒന്നുമല്ല. ഞാൻ CPM-ൻ്റെ ഒരു തരത്തിലുള്ള ഔദ്യോഗികമായിട്ടോ ഒന്നും സഹകരിച്ചില്ല. ഞാൻ സർക്കാരിൽ സ്ഥാനങ്ങൾ വേണ്ട എന്ന നിലപാടെടുത്തിരിക്കുന്ന ഒരാളാണ്. പക്ഷെ ഞാൻ ഉള്ള രാഷ്ട്രീയം എന്ന് പറയുന്നത് മതനിരപേക്ഷതയുടെയും ബ്രോഡായിട്ടുള്ള ഒരു ലെഫ്റ്റിൻ്റെയും കൂടെ. ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, ഞാൻ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ചിന്തകൻ അന്നും ഇന്നും കാൾ മാർക്സ് തന്നെയാണ്. പിന്നെയും വായിക്കാൻ നമുക്ക് തോന്നുന്ന ലെനിൻ, തീർച്ചയായിട്ടും ലെനിൻ. അങ്ങനെയുള്ള ഒരു സരണിയിൽ കൂടി ഒരു എന്താ പറയുക, ജീവിതം നെഗോഷിയേറ്റ് ചെയ്തു വന്ന ഒരാളാണ്. ഇപ്പം 50കളിൽ എത്തി നിൽക്കുന്ന ഒരാളാണ് ഞാൻ. തീർച്ചയായിട്ടും എൻ്റെ ആഭിമുഖ്യം അവിടെയാണ്. അപ്പം അങ്ങനെ വരുമ്പോൾ പലരും വ്യവസ്ഥാപിതമായിട്ടുള്ള CPM പോലൊരു മുഖ്യധാര പാർട്ടിയുടെ തീർച്ചയായിട്ടും ജീർണതകൾ ആ പാർട്ടിക്കുണ്ട്. അതിൽ നിന്നൊരു അകലം പാലിച്ചുകൊണ്ട് ഞാനൊക്കെ ഇമ്മിണി കറക്റ്റ് ലെഫ്റ്റ്, അത് വേണ്ട എന്ന് വേണമെങ്കിൽ അങ്ങനെ എടുക്കുന്ന കുറേ അധികം ആളുകളെ നിങ്ങൾക്ക് അറിയാമല്ലോ. പക്ഷെ ഞാൻ അങ്ങനെയല്ല എടുക്കുന്നത്. നമുക്ക് ചെയ്യാവുന്ന രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുന്നത് ഒരു ഗിവൺ ചരിത്ര സന്ദർഭത്തിൽ നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം വോട്ട്, അല്ലെങ്കിൽ വോട്ട് ചെയ്യാൻ മറ്റുള്ളവരെ പ്രേരിപ്പിക്കുക, അല്ലെങ്കിൽ ഈ ഒരു ജനാധിപത്യ ക്രിയയിൽ നമ്മുടെ സ്പേസിനകത്ത് കൊണ്ട് നമ്മൾ പങ്കെടുക്കുക. ഇതാണ് ഞാൻ എന്നും ചെയ്തിട്ടുള്ളത്. അങ്ങനെ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും CPM എന്ന പാർട്ടിയുമായിട്ടും
നമുക്ക് ഒരു സൗഹൃദമുണ്ട്. ദരിത പറയുന്ന പോലെ ദർ ഇസ് എ പൊളിറ്റിക്സ് ഓഫ്, അതിനെയാണ് പൊളിറ്റിക്സ് ഓഫ് ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത്. എല്ലാ വിയോജിപ്പുകളും വെച്ചുകൊണ്ട് അന്യനെ വെൽക്കം ചെയ്യുക എന്ന് പറയുന്നതാണ് ഫ്രണ്ട്ഷിപ്പ് എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഈ കാലത്ത് വേണ്ടതും അതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു കേട്ടോ. നിങ്ങളിപ്പോൾ പറഞ്ഞ കാലത്ത് നമുക്ക് വേണ്ടത് ഒരു പൊളിറ്റിക്സ് ഓഫ് ഫ്രണ്ട്ഷിപ്പാണ് വേണ്ടത്. ഒരു വലിയ കമാദറി വേണം. അത് അന്തരങ്ങളെയും വിയോജിപ്പുകളെയും എറേസ് ചെയ്തുകൊണ്ടല്ല, അതിനെ നിലനിർത്തി നമുക്ക് ഒരു സൗഹൃദം ഉണ്ടാക്കാൻ കഴിയും. ഒരിക്കൽ കൂടി ഇദ്ദേഹത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ, ഒരു അന്യത്തെ നിങ്ങൾ ഉപാധികളില്ലാതെ വീട്ടിനകത്തേക്ക് ക്ഷണിക്കണം. അതാണ് സൗഹൃദം എന്ന് പറയുന്നത്. പക്ഷെ നിങ്ങൾ ഒരു വലിയ മതിലുണ്ടാക്കി ചെറിയൊരു വാതിൽ വെച്ച് ആ വാതിൽ തുറന്നിട്ടാണ് നിങ്ങൾ അന്യനെ ക്ഷണിക്കുന്നതെങ്കിൽ നിങ്ങളുടെ സൗഹൃദമല്ല. വിശാലമായി ക്ഷണിക്കണം. അതിരുകളില്ലാത്ത സൗഹൃദം അത് ഇമ്പോസിബിൾ ആണെന്ന് വെറുതെ പറയുന്നുണ്ട്. അപ്പോൾ ഇമ്പോസിബിൾ ആയിട്ടുള്ള അത്തരം ഒരു ഫ്രണ്ട്ഷിപ്പിലേക്ക് അപ്രോക്സിമേറ്റ് ചെയ്യാൻ നമുക്ക് പറ്റുമോ എന്നുള്ളതാണ് ഇനിയുള്ള രാഷ്ട്രീയ പ്രവർത്തനം നോക്കുന്നത്. ഞാൻ പറഞ്ഞത് അത്തരത്തിലുള്ള ഒരു സൗഹൃദം എനിക്ക് ഈ പാർട്ടിയുമായിട്ടുണ്ട്. എല്ലാ പാർട്ടികൾ സെക്യുലറായിട്ടുള്ള കോൺഗ്രസുമായിട്ടും അത്തരത്തിലുള്ള ബന്ധങ്ങൾ നമ്മൾ സൂക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. കോൺഗ്രസ് നിലനിൽക്കണം എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. നിങ്ങൾ പറഞ്ഞ കാലത്ത് പിണറായി വിജയൻ സമം തിന്മ, പിണറായി വിജയൻ സമം കറപ്ഷൻ, പിണറായി വിജയൻ സമം ഡിക്റ്റേറ്റർഷിപ്പ്, ഇതായിരുന്നല്ലോ ഒരു പൊതുവ്യവഹാരം എന്ന് പറയുന്നത്. ഇന്ത്യ വിഷനൊക്കെ അതിനകത്ത് ഗംഭീരമായ റോളൊക്കെ വഹിച്ചിട്ടുള്ള ഒരു സമയമാണ്. എനിക്കല്ല കൃത്യമായ ഓർമ്മയുണ്ട്, ഞാൻ ചർച്ചകളിൽ വന്നിട്ടുള്ളതാണ്. അപ്പോഴാണ് അദ്ദേഹം മാധ്യമ സിൻഡിക്കേറ്റ് എന്നൊക്കെയുള്ള പ്രയോഗം നടത്തുന്നത്. അപ്പോൾ സഖാവ് പിണറായി വിജയനുമായിട്ട് എനിക്ക് പരിചയമുണ്ടായിരുന്നു, സൗഹൃദം ഉണ്ടായിരുന്നു. അദ്ദേഹത്തോട് പല കാര്യങ്ങളും ഞാൻ നേരിട്ട് ചോദിക്കുമായിരുന്നു. സഖാവ് ഇങ്ങനെ കേൾക്കുന്നുണ്ടല്ലോ. അപ്പം എനിക്ക് അദ്ദേഹത്തെക്കുറിച്ച് ഒരു വിലയിരുത്തലുണ്ടായിരുന്നു. അന്ന് ഈ പറയുന്ന വലിയൊരു ഡിസ്കോഴ്സ് നടക്കുമ്പോൾ VS വേഴ്സസ് പിണറായി എന്ന് പറയുമ്പോൾ അതിനകത്ത് പല കാര്യങ്ങളും എന്താണ് ഞാൻ കണ്ട ഒരു വലിയ കാര്യം, പാർട്ടി സ്വത്വത്തെ ഒരിക്കലും തല്ലി പറഞ്ഞിട്ടില്ല അദ്ദേഹം. അതെ, പാർട്ടിയിൽ നിന്ന് വേറിട്ട് എനിക്കായിട്ടൊരു ഒരു വിശുദ്ധിയുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ല. അത് VS ബോധപൂർവം ചെയ്താണോ എന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. VS അനുകൂല വ്യവഹാരം മുഴുവനും പ്രചരിപ്പിച്ചിരുന്നത് എന്താ, പാർട്ടി മുഴുവനും കുഴപ്പം, പാർട്ടിയിൽ നിന്ന് വേറിട്ട് ഒരു വിശുദ്ധിയിൽ VS. അതുകൊണ്ടാണല്ലോ മുഖ്യധാരാ മാധ്യമങ്ങൾക്ക് വരെ VS വളരെ പ്രിയങ്കരനാണ്. അപ്പോൾ ആ ഒരു ഏർപ്പാട്, ആ ഒരു ഡിസ്കോഴ്സിനെ അഡ്രസ്സ് ചെയ്യണമെന്ന് തോന്നിയുകൊണ്ടാണ് ഞാൻ അത്തരത്തിലുള്ള ഇടപെടലുകൾ അന്ന് നടത്തിയതും. പിണറായി വിജയനായിട്ട് തുറന്ന സൗഹൃദം, അദ്ദേഹമായിട്ട് അടുത്ത ഒരു സൗഹൃദം ഉണ്ടായിരുന്നു. ഇപ്പോഴും തുടരുന്നുണ്ട്. ഇനി രണ്ടാമതൊരു സംഗതിയുണ്ട്, നിങ്ങൾ വായിച്ചിട്ടുണ്ടെന്ന് അറിഞ്ഞില്ല, കലാകൗമുദിയിൽ പിണറായിയെയും VSനെയും ഒരുമിച്ച് പോളിറ്റ് ബ്യൂറോയിൽ നിന്ന് പുറത്താക്കി. ഓർമ്മയുണ്ട്. ആ സന്ദർഭത്തിൽ ഓർമ്മയുണ്ടോ എന്ന് ഞാൻ ചോദിക്കരുത്, കാര്യം നിങ്ങളെപ്പോലെ പ്രഗത്ഭനായ കേരളത്തിലെ ഒരു അത് ഞാൻ ചോദിക്കരുതായിരുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അപ്പൊ അന്ന് കലാകൗമുദിയിൽ ഞാനൊരു ലേഖനം എഴുതിയിരുന്നു, കാസ്പറോ റൊണാൾഡീഞ്ഞോയെ നേരിടുമ്പോൾ എന്നാണ്. ഒറ്റയ്ക്കിരുന്ന് കരുക്കൾ നീക്കുന്ന കാസ്പറോ, ടീം വർക്ക് നടത്തുന്ന റൊണാൾഡീഞ്ഞോ. ഇവർ കളിക്കുന്ന കളി 2 കളിയാണ്, ഒരാൾ ചെസ്സ്, ഒരാൾ ഫുട്ബോൾ കളിക്കുന്നത്. അതുകൊണ്ട് ഇതിനകത്ത് ജയപരാജയങ്ങൾ സാധ്യമല്ല എന്ന് പറയുന്ന ഒരു ലേഖനം. അതിൽ പിണറായി വിജയനെ ഞാൻ കാര്യമായി വിമർശിച്ചിട്ടുണ്ട്. അതുപോലെ MN വിജയൻ മാഷിന് മരണം കഴിഞ്ഞിട്ട് അദ്ദേഹം കൊള്ളാവുന്ന ഒരു അധ്യാപകനായിരുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു, പിണറായി വിജയൻ പറഞ്ഞപ്പോൾ അതിനെതിരെ ഞാൻ ചിതയിലെ വെളിച്ചം എന്ന് പറഞ്ഞൊരു ലേഖനം കലാകൗമുദിയിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ വിയോജിപ്പുകൾ ഇല്ലാത്തതുകൊണ്ടല്ല, പക്ഷെ അലൈൻ ചെയ്യേണ്ടടുത്ത് അലൈൻ ചെയ്യുക എന്നുള്ളതാണ്. പക്ഷെ മുഖ്യമന്ത്രി ആയതിനു ശേഷം അദ്ദേഹമായിട്ട് എനിക്ക് അടുത്ത ബന്ധം ഇല്ല. ഞാൻ അതിന് ശ്രമിച്ചിട്ടില്ല, ഞാൻ അദ്ദേഹത്തെ അങ്ങനെ കാണാൻ പോയില്ല. 2 തവണ സിനിമയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ് ഞാൻ അദ്ദേഹത്തെ കണ്ടിരിക്കുന്നത്, നേരിട്ട് കണ്ടിരിക്കുന്നത്. 2 or 3 തവണ. ഒന്ന് ഞങ്ങളുടെ ഈ ടാക്സ്, എൻ്റർടൈൻമെൻറ്റ് ടാക്സ് വിഷയമായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ 1-2 കാര്യങ്ങളിലാണ് അദ്ദേഹത്തോട് നേരിട്ട് പോയി കണ്ടിരിക്കുന്നത്. കാരണം അദ്ദേഹം കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയും അധികാരം ഇപ്പോൾ അദ്ദേഹത്തിലാണ് അധികാരം കേന്ദ്രീകരിക്കപ്പെട്ടിരിക്കുന്നത്. അവിടെ അദ്ദേഹമായിട്ടുള്ള ഒരു നമ്മളുടെ ഒരു പ്രസൻസോ നമ്മളുടെ തരത്തിലുള്ള ഒരു സംസാരമോ ആവശ്യമുണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല. അദ്ദേഹം പാർട്ടി സെക്രട്ടറി ആയിരുന്നപ്പോൾ ഇത്തരത്തിലുള്ള ഒരുപാട്
ഡിസ്കോഴ്സുകൾ ഉണ്ടാകുമ്പോൾ ഞാൻ അദ്ദേഹമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ മുഖ്യമന്ത്രി ഇപ്പോൾ രണ്ടാം തവണയാണ് വലിയ തോതിലുള്ള വിമർശം അദ്ദേഹത്തിന് വ്യക്തിപരമായിട്ട് എതിരെ മാത്രമല്ല ഈ സർക്കാരിനെതിരെ തന്നെയും ഉയർന്നു വരുന്ന ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പ് തൊട്ട് മുമ്പിലാണല്ലോ നമ്മൾ സംസാരിക്കുന്നത്. ആ തരത്തിലുള്ള വിമർശങ്ങൾ താങ്കൾക്ക് CPM-നെതിരെയും ഈ സർക്കാരിനെതിരെയും ഉണ്ടോ? ഞാൻ ചോദിക്കുന്നത് താത്വികമായിട്ടുള്ള വിമർശനങ്ങളല്ല, മറിച്ച് തീർച്ചയായിട്ടും ഉണ്ട്. അത് വിമർശനങ്ങൾ എങ്ങനെ ഇല്ലാതാവുന്നത്? 2 വർഷം ഭരിക്കുന്ന തുടർച്ചയായിട്ട് ഭരിക്കുന്ന ഒരു ഭരണപക്ഷത്തോട് നമ്മൾ വിമർശനങ്ങളൊന്നുമില്ലാതെ നമ്മൾ അവരോട് സമീപിക്കുക എന്ന് പറയുന്നത് അവർക്ക് നല്ലതല്ലല്ലോ. ഒരു തവണ കൂടെ ഭരിക്കരുത് എന്ന് വിചാരിക്കുന്ന ആളുകളുടെ കൂട്ടത്തിലാണ്. അല്ല, ഒരു തവണ കൂടി ഭരിക്കരുത് എന്നൊന്നും ഞാൻ പറഞ്ഞു. അതൊക്കെ വെറും പോഷ്കാണ്. അതൊക്കെ വെറും പോഷ്കാണ്. അതിൻ്റെ അധികാരത്തിൽ നിന്ന് എന്തിനാ മാറി നിൽക്കുന്നത്? അതിനൊന്നുമല്ല ഞാൻ പറയുന്നത്. ഈ അധികാരത്തിന് വലിയ പ്രശ്നങ്ങളുണ്ടല്ലോ സനീഷ്. അധികാരം നമ്മളിലേക്ക് കേന്ദ്രീകരിക്കപ്പെടുകയും അത് കുറേ കാലം വരികയും ചെയ്യുമ്പോൾ അധികാരം, അതുകൊണ്ടാണല്ലോ പവർ കറപ്റ്റ്സ് അബ്സല്യൂട്ട്, പവർ കറപ്റ്റ്സ് അബ്സല്യൂട്ട്ലി എന്ന് പറയുന്നത്. നമ്മളെ ഭയങ്കരമായിട്ട് വഴിതെറ്റിക്കുന്ന ഒരു സാധനമാണല്ലോ ഈ അധികാരം എന്ന് പറയുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ചില നോട്ടപ്പിശകുകളോ അന്ധതകളോ നടപടികളിലെ എന്താ പറയുക സുതാര്യതയില്ലായ്മയോ ഒക്കെ ഇടതുപക്ഷ സർക്കാരിന് വന്നിട്ടുണ്ട് എന്നുള്ളതിനകത്ത് എനിക്കൊരു സംശയമില്ല. ഞാൻ അതിലേക്ക് ഞാൻ വിശദമായിട്ട് കടക്കുന്നു. ഞാനിപ്പോൾ അത് വിശദമായിട്ട് കടക്കാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം എന്നെപ്പോലെ ഒരാൾ, ഞാൻ പറഞ്ഞത് എന്നെ പല രീതിയിലും എന്നെപ്പോലെ ഒരാൾ പിൻ പോയിന്റ് അങ്ങനെ ഒരു സംഗതി നമ്മൾ തൊട്ടു നോക്കി സംസാരിക്കുക എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും വേറെ താല്പര്യത്തോടു കൂടി അത്തരം ഒരു പ്രസ്ഥാനത്തെ ദുർബലപ്പെടുത്താൻ നിൽക്കുന്നവർക്കുള്ള ടൂൾസ് ഞാൻ കൊടുക്കുക എന്നുള്ളതാണ്. അത് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷെ ഞാൻ താങ്കളോട് പറയാൻ ആഗ്രഹിക്കുന്നത് വിമർശനങ്ങളുണ്ട് എന്നതിനർത്ഥം വിമർശിക്കപ്പെടുന്നവനെല്ലാം വിരുദ്ധനാണെന്ന് പറയുന്നതിൽ കാര്യമില്ലല്ലോ. ഇപ്പം ഞാൻ അതിശയിച്ചു പോയി. പത്രവാർത്ത ശരിയാണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. MT വാസുദേവൻ നായർ ചെയ്ത പ്രസംഗത്തിന്റെ ഉദ്ദേശശുദ്ധികളെ കുറിച്ച് ഇന്റലിജൻസ് റിപ്പോർട്ട് ഉണ്ടെന്ന് പറയുന്നത് എനിക്ക് അറിഞ്ഞൂടാ. അത് താങ്കൾ മാധ്യമപ്രവർത്തനാണ്, അത് അങ്ങനെ നടന്നിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. അങ്ങനെ നടന്നിട്ടുണ്ടെങ്കിൽ അത് വലിയ തമാശയായിട്ടേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. ഒരു MT പോലൊരു എഴുത്തുകാരൻ എഴുതി തയ്യാറാക്കി വായിക്കുന്ന പ്രസംഗത്തിന്റെ ഉദ്ദേശശുദ്ധി എന്തിനാണ് സംസ്ഥാന ഇന്റലിജൻസ് അന്വേഷിക്കുന്നത്? അപ്പോൾ ഈ വാക്കുകളെ എങ്ങനെയാണ് നിങ്ങൾ ഇത്രയധികം ഭയക്കുന്നത്? അതിൻ്റെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നു. അത് വാർത്ത സത്യമാണോ എന്ന് എനിക്കറിയില്ല. ആ വാർത്ത സത്യമാണെങ്കിൽ അത് വലിയ ഒരു കറുത്ത ഫലിതമൊന്നുമല്ല, അത് ഭയങ്കര വെളുത്ത ഫലിതമായിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അപ്പം അത്തരമുള്ള കാര്യങ്ങളിൽ അവസാനത്തെ ചോദ്യം, ഈ രാമക്ഷേത്രാനന്തരം രാജ്യം വേറൊരു ലെവലിലേക്ക് മാറിയിട്ടുണ്ട് എന്ന് കരുതുന്ന ആളുകൾ ഒരുപാട് ആളുകളുണ്ട്. കേരളത്തിൽ അതൊന്നും വല്ലാതെ പിടിച്ചെടുക്കാനൊന്നും പറ്റില്ല എന്ന് തോന്നുന്നുണ്ട്. ഭരണഘടന തന്നെയും മാറിയിട്ട് നമ്മുടെ ഇതൊരു ഹിന്ദു രാഷ്ട്രമായിട്ട് തന്നെ മാറും എന്ന് പറയുന്ന ആളുകൾ വളരെ സീരിയസ് ആയിട്ടാണ് അതിപ്പോൾ പറയുന്നത്. താങ്കൾ എന്താ വിചാരിക്കുന്നത്? ഞാൻ അത്തരത്തിലുള്ള പ്രഡിക്ഷന് ഞാൻ തയ്യാറല്ല. പക്ഷേ ഇതിനകത്ത് ഈ ഭക്തി ദൈവം എന്നൊക്കെ പറയുന്ന സംഗതി വലിയ തോതിൽ ഇപ്പോൾ നമുക്ക് അതിനുള്ള മെഷീനറീസ് ഭയങ്കരമായിട്ടുണ്ട്. പുതിയ കാലത്ത് സോഷ്യൽ മീഡിയ പോലുള്ള മെഷീനറീസ് ഉണ്ട്. അത് നമ്മളുടെ അബോധത്തെ കൊളനൈസ് ചെയ്യുകയും ആ രീതിയിലേക്ക് നമ്മളെ ചാർജ് ചെയ്ത് നിർത്തുകയൊക്കെ ചെയ്യുന്നൊരവസ്ഥയുണ്ട്. ഇവർ മുഴുവനും ആ രാഷ്ട്രീയത്തിനൊപ്പം നിൽക്കുന്നവരാണെന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. അവർക്കെതിരെയും ഇടതുപക്ഷത്തിനോ അല്ലെങ്കിൽ കോൺഗ്രസിനോ ഒക്കെ വോട്ട് ചെയ്യുന്നവർക്കും ശ്രീരാമന്. അതുകൊണ്ടാണല്ലോ ഈ പാവം ശശി തരൂരിൻ്റെ ക്രൈസിസ് ഒന്ന് ആലോചിച്ച് നോക്കൂ. മൂപ്പർക്ക് അന്ന് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാൻ മേലാത്ത അവസ്ഥയായിപ്പോയില്ലേ? രാഹുൽ ഗാന്ധിയെക്കുറിച്ച് ആലോചിച്ച് നോക്കുക. അന്ന് പോയിട്ട് വേറൊരു അമ്പലത്തിൻ്റെ വെളിയിലല്ലേ പുള്ളി പോയി കിടക്കുന്നത്. അദ്ദേഹത്തിന് ആ ഡൽഹിയിൽ ഗാന്ധി സമാധിയിൽ ഒരു ദിവസം നിരാഹാരം കിടന്നത് എന്തായിരുന്നു കുഴപ്പം ആ ദിവസം? ഇത് വേറൊരു അമ്പലത്തിന് മുമ്പിൽ പോയിട്ടില്ല അദ്ദേഹം. അപ്പോൾ അവരെ എല്ലാവരെയും ഇങ്ങനെ ക്രൈസിസിൽ കൊണ്ടിരുന്നത് എന്തുകൊണ്ടാണ്? ഈ രാമൻ എന്നുള്ളത് മാത്രമല്ല, ഒരു ദൈവം, രാമൻ, വിശ്വാസം എന്നുള്ളതിനെ എപ്രകാരം ഹാൻഡിൽ ചെയ്യണം. പണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ നമ്മളുടെ ദേശീയതയുടെ ദേശം എന്നുള്ള നിലയിൽ അല്ലെങ്കിൽ നേഷൻ എന്ന് പറയുന്ന അതിൻ്റെ ഒരു കൺസ്ട്രക്ഷൻ്റെ സമയത്ത് കുറെ കൂടി സയൻറ്റിഫിക് ടെമ്പറും സെക്യുലർ ടൂൾസും വെച്ചുകൊണ്ട് നമുക്ക് ഈ വിശ്വാസത്തെ കുറച്ചും കൂടി കൃത്യമായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ഇപ്പം പിടി വിട്ടിരിക്കുകയാണ് നമ്മൾ. അത്തരത്തിലുള്ള ടൂൾസൊക്കെ നമുക്ക് നമ്മുടെ കയ്യിൽ നിന്ന് പോവുകയും അത് ദുർബലമാവുകയും അതെല്ലാം സൈഡ് ലൈൻ ചെയ്യപ്പെടുകയും ചെയ്യുന്നൊരവസ്ഥയിൽ എങ്ങനെയാണ് നമ്മൾ ഇതിനെ അഡ്രസ്സ് ചെയ്യുക എന്നുള്ളത് ഈ സോക്കോൾഡ് സെക്യുലറിസ്റ്റുകൾക്ക് പോലും പിടികിട്ടാത്ത അവസ്ഥയാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പുസ്തകത്തിൽ ഗായത്രി സ്പിവക്ക് പറയുന്നുണ്ട്, ഞാൻ എൻ്റെ കുട്ടിക്കാലത്ത് പോകുമ്പോൾ എന്തെങ്കിലും ഒരു സാധനം കാണാതായാൽ ഞാൻ പെട്ടെന്ന്
ബംഗാളികൾക്ക് മാത്രം പഥ്യമായ ഒരു ദൈവത്തെ വിളിച്ച് അയ്യോ അത് കൊണ്ടുതരണേ എന്ന് പറയുന്ന ആളുകളെ കണ്ടിട്ടുണ്ട്. അതൊരു മതത്തിൻ്റെ എനൻസിയേഷനായിട്ട്, മതവിശ്വാസത്തിൻ്റെ എനൻസിയേഷനായിട്ട് അന്നത് അനുഭവപ്പെട്ടിട്ടില്ല. അന്നത് അങ്ങനെയും അല്ലായിരുന്നു. പക്ഷെ ഇന്ന് നിങ്ങളൊരു ദൈവത്തിൻ്റെ പേര് വിളിച്ചാൽ അതിൻ്റെ സിഗ്നിഫിക്കൻസ് എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. ആ ഒരു ഷിഫ്റ്റിനെയാണ് നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ടത്. നമ്മൾ അന്തം വിട്ട് പോകുന്നതും ആ ഷിഫ്റ്റിൻ്റെ മുമ്പിലാണ്. പെട്ടെന്ന് അതിനകത്ത് നമുക്കൊരു പൊളിറ്റിക്കൽ സ്ട്രാറ്റജി രൂപപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വളരെ വളരെ നന്ദി. അപ്പോൾ ഇതിൽ ഒരുപാട് നേരം ഞാൻ എടുത്തു. വളരെ സന്തോഷമുള്ള. താങ്ക് യു.